വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, ആരാധ്യരായ നാട്ടുകാരെ, ഈ സായം സന്ധ്യയിൽ ദേശസ്നേഹികൾ ഒരുമിച്ചുകൂടി ഭാരതം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യവും രാഷ്ട്രീയവുമായ, അതിലുപരി ഈ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന ചില പ്രതിസന്ധികളെപ്പറ്റി ഗൗരവമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായി ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണും ഇതിൻ്റെ അവിഭാജ്യ ഭാഗമാണ് എന്നുള്ളത് നമ്മുടെ മുൻ പ്രാസംഗികൻ അതിസമർത്ഥമായി നമ്മളിലേക്ക് എത്തിക്കുന്നത് കുറച്ചേ കേൾക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം 400 വർഷത്തിലധികം ഇവിടുത്തെ ദേശീയ ജനത മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നോവായി, ഏറ്റവും വലിയൊരു വിഷമമായി കൊണ്ടു നടന്നിരുന്ന, അതിൻ്റെ മര്യാദ പുരുഷോത്തമനായി ഈ രാഷ്ട്രം കണക്കാക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ജന്മഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം പോലും നിയമപരമായി ശ്രീരാമ ജന്മഭൂമി ഏതാണ് എന്ന തർക്കത്തിന്, ബാക്കി ഭൂമിയുടെ വിഭജനത്തെ പറ്റിയുള്ള തർക്കം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ആ ശ്രീരാമ ജന്മഭൂമി ഏതാണ് എന്ന തർക്കത്തിന് 400 വർഷത്തിനിപ്പുറം നിയമപരമായി പരിഹാരം കാണാൻ സാധിച്ചപ്പോൾ നമ്മളൊക്കെ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഈ ധർമ്മം സനാതനമാണ് എന്നുള്ളതിന് അടിവരയിട്ട തെളിവ് നമുക്ക് കിട്ടുകയായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഈ നാടും ഇവിടുത്തെ ധർമ്മവും സനാതനമാണ് എന്ന് ഇവിടുത്തെ ഓരോ ഭാരതീയന്റെയും മനസ്സിലേക്ക് സന്ദേശം എത്തുന്ന സമയത്താണ് ഇതിനെ തന്നെ ഛിന്ന ഭിന്നമാക്കുവാനുള്ള പരിശ്രമങ്ങൾ, ആരാണോ രക്ഷകരായി എത്തേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് ശിക്ഷകരായി മാറുന്ന ചില പ്രവർത്തനങ്ങളാണ് നമ്മെ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒരുമിച്ചിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. ഇവിടുത്തെ ഓരോ തരി മണ്ണും നമുക്കറിയാം കേവലം ഭൗതികമായ ഒരു വസ്തു മാത്രമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്, മറിച്ച് ഈ രാഷ്ട്രത്തിനൊരു ആത്മീയമായ സത്തയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഭാഗവും ഇതിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് എന്നും നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അവിടെയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സംശയം തോന്നുന്നത്, ഈ നാട് ഇപ്പോൾ ഉള്ളതുപോലെ ഇനിയും മുന്നോട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ ഇതിനെ എത്ര കാലം കാണാൻ സാധിക്കും എന്ന സംശയം ദേശസ്നേഹികളുടെ ഒക്കെ ഉള്ളിൽ ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ പരാമർശ വിഷയമായ കാശ്മീർ തന്നെയാണ് നമ്മുടെ ആ നോവിൻ്റെ അടിസ്ഥാനം. എത്ര കാലം ഇനിയും കാശ്മീർ നമ്മുടെ ഭാഗമായി ഇരിക്കും എന്നുള്ളത് നമുക്കൊക്കെ തന്നെ ഇന്ന് സംശയമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്നുണ്ടാക്കുന്ന ഈ പുകമറകള്, കോലാഹലങ്ങള് ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടം കാശ്മീരിനെ കൈയൊഴിയുവാൻ ഒരു പക്ഷേ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനകളാണ് ഇന്ന് ഈ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ തന്നെ. ഭരണകൂടത്തിനനുസരിച്ചുകൊണ്ട് ജനങ്ങളെ ചലിപ്പിക്കുവാൻ വേണ്ടുന്ന വിധത്തിലുള്ള കള്ളക്കളികളെല്ലാം ഒരുക്കുവാൻ സൂസന്ന അരുന്ധതി റോയെ പോലുള്ള ചിന്തകരെന്ന് അഭിമാനിക്കുന്ന, പക്ഷെ ചിന്ത മറ്റാർക്കൊക്കെയോ പണയം വെച്ച് നാക്കുകൊണ്ട് അമ്മാനമാടുന്ന ഒരുപിടി ചിന്തകരൊക്കെ ആ വഴിയിലേക്ക് ഇറങ്ങുന്നു. അരുന്ധതി റോയ് എന്ന പേര് കേട്ട് പരിഭ്രമിക്കേണ്ടാച്ചിട്ടാണ് മുഴുവൻ പേര് പറഞ്ഞത്. സൂസന്ന അരുന്ധതി റോയ് അടക്കമുള്ള ചില ചിന്തകരും എല്ലാം തന്നെ ഇന്നിവിടെ ഈ അന്തരീക്ഷം ഒന്നാകെ, രാഷ്ട്രത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഒന്നാകെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത് സമീപ ഭാവിയിൽ തന്നെ കാശ്മീര് നഷ്ടപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം എന്ന ഭയമാണ് നമ്മെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇരുത്തി ചിന്തിക്കാൻ ഇന്ന് പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുത. ഇപ്പൊ നേരത്തെ ഇവിടെ പരാമർശ വിഷയമായി അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ഞത്ത് എന്ന് പറഞ്ഞ പോലെ 55 വർഷമായി സേവനത്തിന്റെയും രാഷ്ട്രസ്നേഹത്തിന്റെയും പാതയിൽ ഈ ഭാരതത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഭാരതത്തിലേക്ക് ശ്രദ്ധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ ഇന്ത്യയിലെ ഭരണകക്ഷിയായ കോൺഗ്രസും അതിന് നേതൃത്വം കൊടുക്കുന്നവരും ഒന്നും കാണാതെയല്ല ഇറങ്ങിയിരിക്കുന്നത്. ഭവിഷ്യത്തുകൾ അറിയാതെയല്ല, ഒന്നും കാണാതെയല്ല ഇറങ്ങുന്നത്. എന്തുകൊണ്ട് ഇന്ന് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ ഇറങ്ങുന്നു? ഒരു ഭാഗത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ പാർട്ടി അധ്യക്ഷ ഭീകരത ദർശിക്കുന്നു, മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആളുകളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനുമെതിരെ കോൺഗ്രസുകാർ ബഹളം കൂട്ടിക്കൊണ്ട് അങ്ങാടികൾ തോറും കയ്യടക്കി കോലം കത്തിച്ച് കോലാഹലം കൂട്ടി അവരങ്ങനെ നടക്കുന്നു. എന്തൊക്കെയോ മായ്ക്കാനും മറയ്ക്കാനുമുള്ള ഒരു ശ്രമം, ബോധപൂർവമായ ഒരു ശ്രമം നമുക്കിവിടെ കാണും. എന്തുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഇത്തരമൊരവസ്ഥയിൽ ക്രൂശിക്കാൻ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ കോൺഗ്രസ് തെരഞ്ഞെടുത്തു എന്ന് ഇവിടുത്തെ രാഷ്ട്രസ്നേഹികൾക്ക് അറിയാൻ പാഴൂര് പടിപ്പരയെ പോയിട്ട് രാജിവെച്ച് നോക്കുന്നുമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ തന്നെ കാശ്മീര് വിട്ടുകൊടുക്കാനുള്ള, നഷ്ടപ്പെടുത്താനുള്ള തുടക്കം കൊണ്ടാണ് അതിനെ ആരാണോ നാളെ കാശ്മീർ ഈ മണ്ണിൽ നിന്ന് മുറിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ
ആരായിരിക്കുമോ അതിനെതിരെ സമരം ചെയ്യുക, അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളിടത്തു നിന്നാണ് ഇതിന്റെ ആദ്യത്തെ ഓരോ കാൽവെപ്പും തുടങ്ങുന്നത്. നാളെ കാശ്മീർ ഈ മണ്ണിൽ നിന്ന് മുറിച്ചു മാറ്റാനുള്ള തീരുമാനം ഭരണകൂടം എടുക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, രക്തം നൽകി ജീവൻ നൽകി അതിനെതിരെ സമരം ചെയ്യാനും കാശ്മീരിനെ ഭാരതത്തിന്റെ മണ്ണിൽ പിടിച്ചു നിർത്താനും ശ്രമിക്കുന്ന ഏക ശക്തി രാഷ്ട്രീയ സ്വയം സേവക സംഘമായിരിക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിനിറങ്ങി പുറപ്പെട്ടാൽ കാശ്മീരിനെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ആർക്കും അതിന് സാധ്യമല്ല. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒന്ന് വിചാരിച്ചിറങ്ങി പുറപ്പെട്ടാൽ ആ വിചാരിച്ചത് സാധിച്ചേ കളത്തിൽ നിന്ന് കയറുകയുള്ളൂ എന്ന് ഈ 84 വർഷമായിട്ട് പരിചയമുള്ള ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് കാശ്മീർ വിട്ടുകൊടുക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ തിരിഞ്ഞേ പറ്റുള്ളൂ. ആ ഒറ്റ ലക്ഷ്യമാണ് ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ ഭീകരത ദർശിക്കുന്നതും അതിന്റെ നേതൃത്വത്തിനെതിരെ അന്യായമായ ആരോപണങ്ങളൊക്കെ ആയിക്കൊണ്ട് അരങ്ങ് കൊഴിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ സാധിക്കൂ എന്ന് ഈ ഭാരതം ചിന്തിക്കുന്നു. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി കോരിച്ചൊരിയുന്ന മഴയത്ത് കോടിക്കോടി ഭാരത മക്കളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക വാനിൽ ഉയരുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ഓരോ മുക്കും മൂലയും ആ സന്തോഷത്തിൽ പങ്കുചേർന്നിരുന്നില്ല എന്ന സത്യം ഇവിടുത്തെ ദേശസ്നേഹികൾക്കൊക്കെ അറിയാം. നീണ്ടകാലം ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തലപ്പത്ത് നിന്നിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതിന്റെ ഈ രാഷ്ട്രത്തിന്റെ ആശയവും ആവേശവുമായി ഇവിടുത്തെ ജനങ്ങൾ കണ്ടപ്പോഴും അധികാരം എന്ന അപ്പക്കഷ്ണത്തിന് വേണ്ടിയിട്ട് ഈ മണ്ണിനെ വിഭജിക്കാനും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മതമൗലികവാദത്തിന്റെ ഇരകളാക്കി മുറിച്ചു മാറ്റുവാനും തീരുമാനിച്ചുകൊണ്ട് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിനെ കോൺഗ്രസ് അംഗീകരിച്ചപ്പോ കോൺഗ്രസിന്റെ വഞ്ചന എന്താണ് എന്ന് ഇവിടുത്തെ ജനങ്ങളും ഈ രാഷ്ട്രവും തിരിച്ചറിയുകയായിരുന്നു. ഒരു പിടി ആളുകൾക്ക് വേണ്ടി രാഷ്ട്രത്തെ മുറിച്ചപ്പോൾ ഈ രാഷ്ട്രത്തോടുള്ള അവരുടെ സ്നേഹം, അവർ വാക്കുകളിൽ പറഞ്ഞിരുന്ന സ്നേഹം അധികാരത്തിനപ്പുറം മറ്റൊന്നുമല്ല എന്ന് ഈ രാഷ്ട്രം തിരിച്ചറിയുകയായിരുന്നു. കാരണം നമുക്കറിയാം ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞ അനേകായിരങ്ങൾ സ്വപ്നം കണ്ടത് അഖണ്ഡ ഭാരതത്തിന്റെ പിറവിയായിരുന്നു, അഖണ്ഡ ഭാരതത്തിന്റെ മോചനമായിരുന്നു. പക്ഷേ കണ്ടം തുണ്ടമാക്കി വികലാംഗമാക്കി ഒരു സ്വാതന്ത്ര്യം ഭാരതത്തിന് മേൽ വെച്ചു കെട്ടുമ്പോൾ അധികാരമാണ് മറ്റെന്തിനേക്കാളും വലുത് എന്ന് അന്ന് നമുക്ക് തെളിയുകയായിരുന്നു. ധീര ഭഗത് സിംഗിനെ പോലുള്ളവരെ കഴുമരത്തിൽ കയറി ആടിയത് എന്തിനായിരുന്നു എന്ന് ഇന്നത്തെ ജനത സംശയിക്കുന്നു. കാരണം വീര ഭഗത് സിംഗിന്റെ ബലിദാനം നടന്ന മണ്ണ് ലാഹോർ, ആ മണ്ണ് പോലും ഭാരതത്തോട് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അന്ന് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കാശ്മീർ നിലനിർത്താൻ അവരുടെ അനന്തരാവകാശികൾ എന്ന് ഊണിലും ഉറക്കത്തിലും അഭിമാനിക്കുന്ന ഇന്നത്തെ കോൺഗ്രസുകാർക്ക് സാധിക്കില്ല. അന്ന് ലാഹോർ ഭാരതത്തിന്റെ മണ്ണിൽ പിടിച്ചു നിർത്താൻ പോലും ശ്രമിക്കാത്തവർക്ക്, കാരണം ഭഗത് സിംഗ് അടക്കമുള്ളവരുടെ ബലിദാനം കൊണ്ട് ശ്രേഷ്ഠമായ മണ്ണാണ് ലാഹോർ. ആ ലാഹോർ പോലും ഭാരതത്തോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്തവര്, ആ ലാഹോറിനെ പോലും ഭാരതത്തിന്റെ ദേശീയ പതാക പാറാൻ അനുവദിക്കാത്തവർക്ക് കാശ്മീരിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഇത്രയും കാലം പിടിച്ചു നിന്നതിന് ഇവിടുത്തെ ജനങ്ങളുടെ വികാരം അതിനെതിരായിരിക്കും എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലിരുന്ന സമയത്തൊക്കെ തന്നെ കാശ്മീർ ഇവിടെ ചേർന്ന് നിൽക്കാനുള്ള ഒരു കാരണം രാഷ്ട്ര സ്നേഹം കൊണ്ടല്ല. അന്ന് 1947 അഖണ്ഡമായ ഭാരതത്തിന് പകരം ഖണ്ഡിതമായ ഭാരതത്തെയാണെങ്കിലും അധികാരത്തിലേറാൻ വേണ്ടി സ്വീകരിച്ചിരുന്നവർക്ക് പട്ടേൽജിയുടെ ശ്രമമില്ലായിരുന്നെങ്കിൽ 600 കഷ്ണങ്ങളായ ഒരു ഭാരതമായിരുന്നു നമുക്ക് കിട്ടുമായിരുന്നത്. പക്ഷേ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനായ പട്ടേൽജി അദ്ദേഹത്തിന്റെ ബോധം വളരെ കാര്യമായ ദേശസ്നേഹത്തിലൂന്നിയ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയെങ്കിലും ഭാരതത്തെ ഒരുമിച്ച് ചേർത്ത് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ സാധിച്ചത്. പക്ഷേ അവിടെയും കാശ്മീർ ഒരു മുറിപ്പാടായി നമ്മെ തുറച്ചു നോക്കുമ്പോൾ ഇത്രയെങ്കിലും കാശ്മീർ ചേർത്ത് നിർത്താൻ സാധിച്ചതിന്റെ പിന്നില് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അക്ഷീണമായ പ്രയത്നവും രാജ്യസ്നേഹവും ഉണ്ട് എന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്നതാണ്. കാരണം 1948 പാകിസ്ഥാന്റെ സേന പത്താൻകാരുടെ വേഷത്തിൽ കാശ്മീരിലേക്ക് കയറിയ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തോട് ചേരാൻ രാജ ഹരിസിംഗ് തയ്യാറാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത രേഖ ഇന്ത്യ സ്വീകരിച്ച സമയത്ത്, ഇന്ത്യ സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് കാശ്മീരിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഇന്ത്യയിലെ ഓരോ സിവിൽ വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും വരെ എവിടെയാണോ അവിടെ യാത്ര നിർത്തിക്കൊണ്ട് പട്ടാള ക്യാമ്പുകളിലേക്ക് തിരിക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയുമായിരുന്നു. എല്ലാ സിവിൽ വിമാനങ്ങളും എല്ലാ മിലിറ്ററി വിമാനങ്ങളും മണിക്കൂറുകൾ കൊണ്ട് പട്ടാള ക്യാമ്പിൽ നിന്ന് പട്ടാളക്കാരെയും എടുത്ത് ശ്രീനഗറിന്റെ മുകളിൽ വട്ടം കറങ്ങാനല്ലാതെ
താഴത്തിറങ്ങാൻ പറ്റണമായിരുന്നെങ്കിൽ അവിടെ ഒരുപാട് ജോലി ചെയ്ത്. കാരണം മഞ്ഞ് വീണ് മൂടിക്കിടക്കുന്ന ശ്രീനഗർ വിമാനത്താവളത്തില് ഈ മിലിറ്ററി വിമാനങ്ങളും സിവിൽ വിമാനങ്ങളും താഴ്ന്നിറങ്ങിയാലല്ലാതെ കാശ്മീരിനെ ഭാരതത്തിന്റെ മണ്ണിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് ആ പ്രയത്നം, വളരെ ദുഷ്കരമായ ആ പ്രയത്നം ജീവൻ പണയം വെച്ചും ശ്രീനഗർ വിമാനത്താവളം തയ്യാറാക്കി കൊടുത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇറങ്ങാൻ തയ്യാർ ചെയ്തു കൊടുത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ത്യാഗോജ്വലമായ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതി വെച്ചത്. ഇന്ത്യയിൽ ജനിക്കാത്ത, ഇന്ത്യയെ അറിയാത്ത മദാമ്മയ്ക്കും അമൂൽ ബേബിക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ദേശീയ പതാകയുടെ നിറം പേറുന്ന ത്രിവർണ പതാകയാണ് കോൺഗ്രസിന്റെ കൊടിയെങ്കിൽ ആ കൊടി ഒരു അല്പനേരമെങ്കിലും പിടിച്ചിട്ടുള്ളവര്, മഹാത്മാഗാന്ധിയുടെ ആദർശം പേറി എന്ന് പറഞ്ഞുകൊണ്ട് കതറിട്ട് നടക്കുന്നവര്, ഈ മണ്ണിൽ ജനിച്ച ആർക്കെങ്കിലും അന്നത്തെ ആ ചരിത്രം അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും കോൺഗ്രസിന്റെ നേതൃത്വത്തെ കൊണ്ട് ഇതുപോലുള്ള വിലക്ഷണമായ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ നാടിനെ പറ്റി അറിയാത്ത വിധത്തിലുള്ള പെരുമാറ്റമോ വാക്കുകളോ കൊണ്ട് വരാൻ അവരൊരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. കാരണം നമുക്ക് സോണിയാഗാന്ധിയെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? കാരണം അവര് വെറും പ്രസംഗ വായനക്കാരിയാണ്. അവര് വെറും പ്രസംഗ വായനക്കാരി. അവരെന്താ വായിച്ചെന്ന് ഇറങ്ങിയിട്ട് അവരോട് ചോദിച്ചാൽ യാതൊരു എത്തുംപിടി ഉണ്ടാവില്ല. അത് ഏകദേശം ഏതുപോലെയെന്ന് പറഞ്ഞാല് ആരെങ്കിലും എഴുതി കൊടുക്കും, എഴുതി കൊടുത്ത കടലാസ് അവര് ഡയസിൽ കയറുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കും. അതിന്റെ ചില ഭാഗങ്ങളിലെ ചില ചിഹ്നങ്ങളൊക്കെ കോൺഗ്രസ്സുകാർ ഇട്ടു കൊടുത്തിട്ടുണ്ടാവും. ആ ചില ചിഹ്നം എന്താന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തെത്തിയാൽ ഈ മറ്റേ മഴ പെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ ഒക്കെ വൈപ്പർ ഓൺ ചെയ്യില്ലേ, ഇതുപോലെ ചില ഭാഗത്ത് ഒരു സ്വിച്ച് ഉണ്ടാവും, വൈപ്പർ ഓൺ ചെയ്യാറായി എന്നാണ്. കൈ ഇങ്ങനെ 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 വെച്ച് കാണിക്കണം, കുറച്ച് കഴിഞ്ഞാൽ ഇടത്തോട്ട് നോക്കണം, വലത്തോട്ട് നോക്കണം, ഇങ്ങനെ ചില ചിഹ്നങ്ങൾ ഇട്ടിട്ടുള്ള എഴുതി വെച്ച പ്രസംഗം അതുപോലെ വായിക്കുന്ന അവരെ മുഴുവനായി കുറ്റപ്പെടുത്താമോ എനിക്കറിയാൻ വയ്യ. അപ്പൊ അവിടെയാണ് നമുക്ക് പറയാനുള്ളത്, മദാമ്മയ്ക്ക് ഈ നാടിനെ അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ ഈ നാടിനെ അറിയുന്ന പ്രസംഗമെഴുത്തുകാരാണ് സോണിയാഗാന്ധിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് ശ്രീനഗറിലെ സ്വയം സേവകരുടെ വേർപ്പൊഴുകിയതിനെ പറ്റിയിട്ട് അവര് മറന്നുപോയി എന്നുള്ളത്. കാരണം കാശ്മീർ പ്രശ്നം ഇങ്ങനെ നിർണായകമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ കോൺഗ്രസും അതിന്റെ നേതൃത്വവും തിരിയുമ്പോൾ അവിടെ തീർച്ചയായും അവര് മറന്നുപോയത് ഈ വേർപ്പിന്റെ വിലയാണ്. ഇനി നമുക്ക് ചിന്തിക്കാം, കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. കേസുകളിൽ പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വരിഷ്ഠ നേതാവായ ഇന്ദ്രേഷ് കുമാർജിയാണ് ഇന്ന് ഇവർക്ക് കണ്ടെത്തിയ ഒരു ഇരയായിട്ട്, ഒരു ബലിമൃഗമായിട്ട് അവർ കണ്ടെത്തുന്നത് ഇന്ദ്രേഷ് ജിയാണ്. ഇവിടെ നമുക്ക് ചോദ്യം വരാം, എന്തുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാര്യകർത്താക്കൾ ഒരുപാട് പേരുണ്ട്, എന്തുകൊണ്ട് ഇന്ദ്രേഷ് ജിയെ മാത്രം തെരഞ്ഞെടുക്കുന്നു? മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ദ്രേഷ് ജിയെ മാത്രം ഭീകരവാദ കേസുകളിൽ കൊടുക്കാനുള്ള കാരണം എന്താ? അതും കാരണം കാശ്മീർ അല്ലാതെ മറ്റൊന്നുമല്ല. കാശ്മീർ അല്ലാതെ മറ്റൊന്നുമല്ല. അജ്മീർ സ്ഫോടന കേസില് തികച്ചും അന്യായമായി കൊണ്ട് ഒരു തെളിവും ഇല്ലാതെ ഇന്ദ്രേഷ് ജിയെ പോലുള്ള നേതാക്കളെ അതിൽ കൊടുക്കുന്നതിന്റെ പിന്നിലും കാശ്മീർ അല്ലാതെ മറ്റൊന്നുമില്ല. കാരണം കാശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന ജമ്മു കാശ്മീർ എന്നാണല്ലോ നമ്മളൊക്കെ പഠിക്കുന്നത്. ഈ ജമ്മുവിലെ മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുവും തീർത്ഥയാത്ര നടത്തുന്ന അമർനാഥില് സൂചി കുത്തുവാൻ പോലും ഇടം ഹിന്ദുവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞ കാശ്മീർ ഭരണകൂടത്തോട് രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി ജമ്മുവിലെ മുഴുവൻ ഹിന്ദുവിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വിജയിക്കുന്നത് വരെ സമരം നടത്തിയത്, അമർനാഥ് സമരം നടത്തിയത്, കടിച്ച പാമ്പിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് വിഷമിറക്കിച്ചത് ഇന്ദ്രേഷ് ജിയുടെ നേതൃത്വ പാഠവും ഒന്നുകൊണ്ടായിരുന്നു എന്ന് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിന് അറിയാം. കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും അവിടെ എന്തൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ അവരെല്ലാം ഇന്ദ്രേഷ് ജിയുടെ പുറകിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അമർനാഥ് ഭൂമി ഹിന്ദുവിന് തന്നെ തിരിച്ചു വാങ്ങിയത്. ഹിന്ദുവിന് ഒരിക്കൽ കൊടുത്തത് തിരിച്ചെടുത്ത ഭൂമി വീണ്ടും ഹിന്ദുവിന് തന്നെ തിരിച്ചു നൽകിച്ചത് ഇന്ദ്രേഷ് കുമാർജിയുടെ നേതൃത്വവും രാഷ്ട്ര സ്നേഹവും അതിലൂന്നി നടത്തിയ പ്രവർത്തനവുമായിരുന്നു. ഇന്ന് കാശ്മീർ ഒരു വിഷയമാകുമ്പോൾ ഇന്ദ്രേഷ് ജിയുടെ നേരെ തന്നെ വിരൽ തിരിയുമ്പോൾ തീർച്ചയായും നാളെ ഇതുപോലൊരു നേതൃത്വം ഉണ്ടാകരുത്. കാശ്മീരിനെ ഭാരതത്തിന്റെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ ധീരതയോടുകൂടി, സഹനത്തോടുകൂടി, ത്യാഗത്തോടുകൂടി സമരം ചെയ്യാൻ ഇന്ദ്രേഷ് ജിയെ പോലൊരു നേതാവ് രംഗത്തുണ്ടാകരുത് എന്ന് ബോധപൂർവം അതിന്റെ തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്ദ്രേഷ് ജിക്ക് നേരെ തിരിയുന്നത്. കാരണം ഇത് കോൺഗ്രസിന്റെ ചരിത്രമാണ്. ആരെയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ച് തിരക്കഥ എഴുതി തയ്യാറാക്കി അത് അരങ്ങത്ത് കൊണ്ടാടുക എന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രമാണ്. എവിടെ പോയി നേതാജി സുഭാഷ് ചന്ദ്രബോസ്? ഈ ഭാരതത്തിന് പ്രസംഗം കൊണ്ടല്ലാതെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പ്രവൃത്തിയിലൂടെ യത്നിച്ച, ഈ അതിനുവേണ്ടി ചോര പുഴയൊഴിക്കേണ്ടി വന്നാൽ അതിന് സ്വന്തം രക്തം ഒഴുക്കാൻ തയ്യാറായിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ അഗ്നിയിലേക്ക് എടുത്തിയാടിയ സുഭാഷ് ചന്ദ്രബോസ് എന്തേ ഭാരതത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഔട്ടായത്?
എന്തേ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തില് അദ്ദേഹത്തിന് ഒളിച്ച് മരിച്ചോ ഇല്ലോയോ എന്ന് പോലും ഒരു പിടിയും കിട്ടാതെ എന്തുകൊണ്ട് സുരേഷ് ചന്ദ്രബോസ് അങ്ങനെ ഒരു ഒളി ജീവിതം നയിക്കേണ്ടി വന്നു? മറ്റൊന്നുമല്ല, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ യാതൊരു സംശയമില്ല, ഇന്ന് നെഹ്റു കുടുംബത്തിന്റെ തറവാട്ട് മുതലാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് അനുഭവിക്കുന്നുണ്ടല്ലോ. അതൊരിക്കലും സാധിക്കുമായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ നേതാജിയുടെ ഒപ്പമായിരുന്നു. നേതാജി തിരിച്ചു വന്നാൽ ഇന്ത്യക്ക് മറ്റൊരു പ്രധാനമന്ത്രിയെ പറ്റി അന്വേഷിക്കേണ്ട. അവിടെ നേതാജി എവിടെയെന്നറിയാതെ അപ്രത്യക്ഷമാകുന്നു. അന്വേഷിക്കാൻ പോലും ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും അധ്വാനിച്ച നേതാജിയെ പറ്റി അന്വേഷിക്കാൻ പോലും ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, നേതാജിക്ക് പുറകിലുള്ള ജനപിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭയന്നിരുന്നു. കോൺഗ്രസിനെ നെഹ്റു കുടുംബത്തിന് തീറെഴുതി കൊടുക്കണമെങ്കിൽ ആണത്വമുള്ള നേതാക്കൾ രാഷ്ട്രത്തിലേക്ക് എത്തരുത് എന്നവര് വളരെ കാര്യമായി ചിന്തിച്ച ആ തിരക്കഥയ്ക്കനുസരിച്ച് പലതും നടന്നപ്പോഴാണ് നമുക്ക് ഇന്നും എത്തും പിടിയുമില്ലാതെ നേതാജിയുടെ തിരോധാനം ഒരു കഥയായി, ഒരു അത്ഭുത കഥയായി നമുക്ക് ഇന്നും അനാവരണം ചെയ്യാൻ കഴിയാതെ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങള്. 1964 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ, ഭാരതം കണ്ട ഏറ്റവും ലളിത ജീവിതം നയിച്ച, ഏറ്റവും ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമുള്ള കുറിയ മനുഷ്യനായിരുന്ന ശാസ്ത്രിജി 66 താഷ്കന്റ് കരാർ ഒപ്പിട്ട ശാസ്ത്രിജിക്ക് എന്തുപറ്റി? അവിടെയും തീർച്ചയായും ഇതുപോലുള്ളൊരു തിരക്കഥ എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കൊക്കെയോ അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് വീണ്ടും നെഹ്റു കുടുംബത്തിന്റെ സ്വത്ത് തന്നെയാക്കിയിട്ട് ഭാരതത്തെ മാറ്റണമെങ്കിൽ ശാസ്ത്രിജി ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരരുതായിരുന്നു. പലർക്കും അധികാരത്തിൽ കയറാനുള്ള സമയമായി എന്ന് കണ്ടപ്പോൾ വിധി തിരിച്ചു വിളിച്ചതാവില്ല, അത്രമാത്രം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ ഇവിടെയെല്ലാം ഇന്ത്യ ചരിത്രം നമ്മൾ എവിടെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം നെഹ്റു കുടുംബത്തിന്റെ സ്വത്തായിട്ട് ഇന്ത്യയെ മാറ്റാൻ ആരൊക്കെയാണോ ശത്രുവായി മാറുന്നത് അവരെയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഒന്നല്ല രണ്ടല്ല ഒരുപാട് നമുക്ക് കാണാം. ഇന്ന് ഇന്ദിരേഷ്ജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ഇതിന് ചരിത്രത്തിന്റെ ആവർത്തനമാണ്. എവിടെ? ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവായ ശ്യാംബാബുവിന് എന്തുപറ്റി? ശ്രീനഗറിന്റെ ജയിലിൽ സ്വന്തം ജീവൻ എങ്ങനെ ശ്യാംബാബുവിന് ഹോമിക്കപ്പെടേണ്ടി വന്നു? നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുക. കാരണം കാശ്മീരിന് വേണ്ടിയിട്ട്, കാശ്മീരിലെ ഓരോ തരി മണ്ണും ഭാരതത്തിൻ്റെതായി സാധാരണ മറ്റു നാടുകൾക്കുള്ളതുപോലെ തന്നെ മറ്റെല്ലാ രാജ്യവും ലയിച്ച പോലെ തന്നെയാണ് കാശ്മീരിൽ ലയിച്ചിരിക്കുന്നത്. അതേ പദവിയോടുകൂടി കാശ്മീരിനെയും നിലനിർത്താൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയ ശ്യാംബാബു, ആ ശ്യാംബാബു എങ്ങനെ ശ്രീനഗറിന്റെ ജയിലഴികൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു? അതും കോൺഗ്രസ്സുകാരെഴുതിയ തിരക്കഥ അതിസമർത്ഥമായി ആടി ഫലിപ്പിച്ചതിന്റെ ഫലമായിരുന്നു. ഭാരതീയ ജനസംഘത്തിന്റെ നേതാവ് മാത്രമല്ല, ഭാരതീയ ദേശീയതയുടെ പ്രതീകവുമായിരുന്ന ദീനദയാൽജിക്ക് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഓരോരുത്തരുടെയും കഥകൾ നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ അത്താണിയായി മാറേണ്ട, രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ട, അതിന് കഴിവുള്ളവരെ ഒന്നൊന്നായി കൊണ്ട് രാഷ്ട്രീയമായും ശാരീരികമായും ഇല്ലായ്മ ചെയ്ത ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. അവിടെയാണ് നേരത്തെ ഇവിടെ പരാമർശ വിഷയമായ രാജീവ് ഗാന്ധിയുടെ വധവും ഇന്ദിരാഗാന്ധിയുടെ വധവും ഒക്കെ പലരും സംശയത്തോടു കൂടി വീക്ഷിക്കുന്നത്. കാരണം തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചകൾ സാധാരണ പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. കാരണം അനുഭവങ്ങൾ അത്തരത്തിലാകുമ്പോൾ ഇതും ആ തരത്തിലാകുമോ എന്ന് ഭാരതീയർ ഭയന്നു പോകുന്നെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ അസ്തമിച്ചു പോയ നേതാക്കൾക്കൊക്കെ ഇതുപോലൊരു കഥ പറയാനുണ്ട്. കോൺഗ്രസിന്റെ പ്രതികാരത്തിന്റെ കഥ, അതിലുപരിയായിട്ട് നാണം കേട്ട അധികാരത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ചില നടപടികള്, അതിൻ്റെയൊക്കെ ഇരകളായവർ ഒരുപാടാണ്. അത് നേതാജിയിൽ തുടങ്ങിയിട്ട് ഇങ്ങ് ഇന്ദിരേഷ്ജിയിൽ അവസാനിക്കുന്നതല്ല. ഒരുപാട് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പലരുടെയും ചോരയും നേരും ജീവനും അതിനുവേണ്ടി നിർലജ്ജം കോൺഗ്രസ്സുകാർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ചരിത്രം അറിയാവുന്ന ഓരോ വ്യക്തിക്കും അറിയാം. 1948 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഗാന്ധി വധത്തിൽ ഇല്ലാതെ വലിച്ചഴച്ച് നിരോധിക്കാൻ പരിശ്രമിച്ചത് പോലും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ കോൺഗ്രസിന്റെ കുടുംബ സ്വത്താക്കി, നെഹ്റുവിന്റെ കുടുംബ സ്വത്താക്കിയിട്ട് ഇന്ത്യയെ മാറ്റുന്നതിനെ നാളെ എതിർക്കേണ്ട ശക്തിയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അന്ന് ഗാന്ധി വധത്തിലേക്ക് വലിച്ചഴച്ചത്, അല്ലാതെ പ്രതിയായതുകൊണ്ടല്ല. കാരണം അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായി നോക്കിയാൽ കാണാം. ഗാന്ധിജിയെ വെടിവെച്ചു എന്നറിഞ്ഞ സമയത്ത് നെഹ്റുവും മൗണ്ട് ബാറ്റനും ഒരുമിച്ച് നിൽക്കുന്നിടത്ത് മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയാണ്, ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയാണ്, ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു ആണെന്ന്. ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു, അതൊരു മനുഷ്യനാണോന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല.
ഒരു മനുഷ്യനാണോ എന്ന് പോലും അറിയുന്നതിന് മുമ്പ് മൗണ്ട് ബാറ്റൻ പറയണത് അതൊരു ഹിന്ദുവാണ്. അടുത്ത് നിൽക്കുന്ന ആള് ചോദിച്ചു, അതെങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാൻ പറ്റാറുണ്ടോ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞേ പറ്റൂ. മൗണ്ട് ബാറ്റന്റെ വായിൽ നിന്ന് വന്നതാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞേ പറ്റൂ. ഇന്നത്തെ കാലാവസ്ഥയിൽ ഇത് എഴുതി വെച്ചത് ഇന്ത്യക്കാരല്ല. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന സായിപ്പിന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് അടിവരയിട്ട് രേഖപ്പെടുത്തേണ്ട ഭാഗമാണ് അതൊരു ഹിന്ദുവാണ് എന്ന് യാതൊരു തെളിവും കൂടാതെ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഒരു തിരക്കഥയുണ്ടായിരുന്നു. ആ തിരക്കഥയുടെ ഫലം, കാരണം മൗണ്ട് ബാറ്റൻ അങ്ങനെ പറഞ്ഞപ്പോൾ നെഹ്റുവിന് പലതും മനസ്സിലായി. ഇത് പലരുമാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അതിൽ നിന്ന് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. തങ്ങൾക്ക് കുടുംബ സ്വത്തായിട്ട് ഈ രാഷ്ട്രത്തെ മാറ്റണമെങ്കിൽ എതിർക്കാൻ വരുന്ന എല്ലാ ശക്തികളെയും ഇല്ലാതാക്കി മാറ്റാൻ, ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ നിരോധിക്കാൻ ഗാന്ധി വധത്തിൽ പെടുത്തുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് മൗണ്ട് ബാറ്റന്റെ ഈ വാക്കുകളിൽ നിന്ന് നെഹ്റു ഊഹിച്ചെടുക്കുകയായിരുന്നു. അതനുസരിച്ചാണ് ഇല്ലാത്ത കുറ്റം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മണ്ടയിൽ വെച്ചതും അന്വേഷണത്തിൽ അത് ചീറ്റിപ്പോയ കാര്യമാണ്. ഇന്നും പലരും എടുത്തു പറയുന്നുണ്ടെങ്കിൽ എല്ലാ അന്വേഷണ ും കോടതിയൊക്കെ ചീറ്റിപ്പോയ വസ്തുത നെഹ്റുവിന് അറിയാമായിരുന്നു ചീറ്റിപ്പോകുമെന്ന്. പക്ഷെ തൽക്കാലത്തേക്ക് ഇവരെ ഒന്ന് വായടപ്പിക്കുക, പൊതുജന പിന്തുണ നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ഇതുപോലുള്ള കളി കളിച്ച്. അപ്പോ കേവലം പ്രസംഗങ്ങളോ വാക്കുകളോ അല്ല, അതിലുപരിയായിട്ട് വളരെ ഗൂഢമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെയും രാഷ്ട്രത്തിന്റെ അധികാരം നിലനിർത്തിയത് എന്ന് ഈ രാജ്യത്തിന്റെ ചരിത്രമറിയാവുന്ന, ഇവിടുത്തെ രാഷ്ട്രീയ ഗതിവിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അവിടെയാണ് ഇന്ന് കാശ്മീർ പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പുറകെ ഇറങ്ങാനുള്ള കാരണം നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത്. കാരണം മറ്റൊന്നും ഇല്ലാതല്ല, 84 വർഷത്തെ പ്രവർത്തനത്തിന് ഒരു പൊടി പോലും രാഷ്ട്രീയ സ്വയം സേവക സംഘം മാറിയിട്ടില്ല. അത് എന്തായിട്ടാണോ തുടങ്ങിയത് അതായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നു. അതിന്റെ ലക്ഷ്യവും ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുക, വ്യക്തിശുദ്ധിയുള്ള പ്രവർത്തകരെ ഉണ്ടാക്കുക, ആ വ്യക്തിശുദ്ധിയുള്ള പ്രവർത്തകരിലൂടെ രാഷ്ട്രത്തെ പരം വൈഭവത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം 1925 തുടങ്ങിയതെങ്കിൽ ഈ 2010 നവംബറിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ലക്ഷ്യം മറ്റൊന്നല്ല, ആരെയും അധികാരത്തിലേറ്റുകയോ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയോ ഇതുപോലുള്ള താൽക്കാലികമായ ലക്ഷ്യങ്ങളല്ല. മുന്നേ പറഞ്ഞത് തന്നെ 1925 എന്താണോ ലക്ഷ്യമായി വെച്ചത് ആ ലക്ഷ്യം തന്നെയാണ് ഈ 2010 നവംബർ മാസത്തിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ലക്ഷ്യം. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഭീകരവാദം കണ്ടെത്താനും അല്ലെങ്കിൽ ഭീകര സംഘടനയാണ് എന്ന് പറയാനും മദാമ്മ പുറപ്പെടുമ്പോൾ മദാമ്മയ്ക്ക് അറിയില്ല ജനമനസ്സിൽ അതിനുള്ള സ്ഥാനം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ജനമനസ്സിലുള്ള സ്ഥാനം മദാമ്മയ്ക്കറിയില്ല, മദാമ്മയ്ക്ക് പ്രസംഗം എഴുതി കൊടുത്തവർക്കും അറിയില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജീവിക്കുന്നത് അരമനകളിലല്ല, അധികാര കേന്ദ്രങ്ങളിലല്ല, ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലാണ് ഈ രാഷ്ട്രത്തിന്റെ രക്ഷകരായിട്ട്, ഇവിടുത്തെ സംസ്കാരത്തിന്റെ രക്ഷകരായിട്ട് ജനം മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഇല്ലാത്ത വാക്കുകളെ കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് മദാമ്മയും കൂട്ടരും കരുതുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാന്നേ പറയാൻ പറ്റുള്ളൂ. കാശ്മീർ നിങ്ങൾ ഇതൊക്കെ കളിച്ചാലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ കാശ്മീരിനെ ആർക്കും മുന്നിൽ അടിയറ വെക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശം ഉള്ളിൽ പേറുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടേതായ എല്ലാ അസ്മിതയും തകർക്കുക, അതിപരം നിങ്ങൾക്കൊന്നുമില്ല. നമുക്ക് ഭാരതം എന്ന് പറഞ്ഞാൽ ആ സേതു ഹിമാചല, ആ സേതു പൊളിക്കാഞ്ഞിട്ടായിരുന്നു 1-2 കൊല്ലമായിട്ട് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്ന ചൊറിച്ചിൽ മുഴുവന്. രാമസേതു പൊളിച്ചാൽ മാത്രമേ ഇന്ത്യയിലേക്ക് വികസനം വരൂന്നായിരുന്നു. ആ സേതു പൊളിക്കാൻ നോക്കി പറ്റിയില്ല, അപ്പൊ തലമാന്താനാണ്. സേതു പൊളിക്കാൻ നോക്കി നടന്നില്ല, കാലിന്റെ തോട് മാന്തിയെ നശിക്കുന്ന വിചാരിച്ചു, അവിടെ നടന്നില്ല. അവിടെ ചൊണക്കുട്ടികളെ പോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘവും ദേശസ്നേഹികളും ഒരുമിച്ച് നിന്നതിന്റെ വെളിച്ചത്തില് സേതുവുമ തൊടാൻ പറ്റിയില്ല, അപ്പൊ തലേമ മാന്തൽ തുടങ്ങി. ഇനി ആ സേതു ഹിമാചലത്തിൽ സേതു പറ്റിയില്ല, എന്നാ ഇനി ഹിമാലയം തുടങ്ങാം. ഇന്ത്യയുടെ ഭാഗമല്ലാതാക്കി മാറ്റാൻ കാശ്മീര് എന്നും ഇന്ത്യയുടെ ഭാഗമാണ്. ഇവിടെ സൂസന്ന, അരുന്ധതി റോയെ പോലുള്ളവര് അവിടുത്തെ ജനങ്ങളുടെ ഹിതം ഭാരതം നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോ തിരിച്ചൊന്ന് ചോദിക്കാനുള്ളത്, ഇവിടുത്തെ ഓരോ പ്രവിശ്യയിലെയും ജനങ്ങളുടെ ഹിതം നോക്കിക്കൊണ്ട്, ഭൂരിപക്ഷം നോക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കിയാൽ എന്തായിരിക്കും ഈ രാഷ്ട്രത്തിന്റെ സ്ഥിതി? അങ്ങനെയാണ് ഓരോ രാഷ്ട്രവും നിലനിൽക്കുന്നത്. ഇനി ഹിതപരിശോധന എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനുള്ളിൽപ്പെട്ട നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ജന്മം കൊണ്ടൊക്കെ പവിത്രമായ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ചേരണമെന്നായിരുന്നു. കോൺഗ്രസുകാരുടെ കാല് പിടിച്ചു.
നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയൊക്കെ കാൽക്കൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ വീണിട്ടുണ്ട്. വേദങ്ങളും പാണിനിയും പിറന്നു വീണ പുണ്യദേശമാണ് എന്റെ ജന്മം. അതുകൊണ്ട് തന്നെ ആ ജന്മദേശം അതിന്റെ സംസ്കൃതിയുമായി ചേർന്ന് നിൽക്കണം. ഞങ്ങൾക്ക് ഭാരതത്തോട് ചേർന്ന് നിൽക്കണം. പാകിസ്ഥാനിലെ ഇസ്ലാമിക മതമൗലികവാദികളുടെ കാരുണ്യത്തിന് മുന്നിലേക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്ന് ഭാരത സ്വാതന്ത്ര്യത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ളവര് കരഞ്ഞു പറഞ്ഞപ്പോഴും അത് ചെയ്യണമെന്ന് ആർക്കും തോന്നിയില്ല. ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് കിടക്കുന്നത് പാകിസ്ഥാനകത്താണ്. ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാനകത്ത് അവിടെ ഒരു ഹിതപരിശോധന നടത്തിയത് ഭാരതത്തോട് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഭാരതത്തിന്റെ ഭാഗമായ കാശ്മീര് മറ്റെന്തൊക്കെ വികാരങ്ങൾ അതിന് പിന്നിൽ ഉണ്ടെങ്കിലും അത് അനുവദിക്കുന്നത് രാഷ്ട്ര സുരക്ഷയ്ക്കും ഇവിടുത്തെ സംസ്കാരത്തിനും ഭീഷണിയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ചിലപ്പോ കണല് കോരി കളിക്കണം എന്നുണ്ടാവും. ബാലാവകാശങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്നാ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. എൻ്റെ കുട്ടിക്ക് കണല് വാരി നല്ല ഭംഗിയാണ്, കണലിങ്ങനെ തിളങ്ങുകയാണ്, ഞാനത് വാരട്ടെ എന്ന് പറഞ്ഞാൽ ഒരു അമ്മ എന്ന നിലയിൽ ഞാനത് അനുവദിക്കില്ല. അത് കുട്ടിയുടെ ബാലാവകാശം നിരോധിക്കലായാലും ശരി, കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കലായാലും ശരി, ഒരമ്മ എന്ന നിലയിൽ കുട്ടിയുടെ ആരോഗ്യവും ആയുസ്സുമാണ് പരമപ്രധാനമായിരിക്കുന്നത്. അതുകൊണ്ട് തീ വാരി കളിച്ചോ എന്ന് പറയുന്ന വിധിയായ ഒരമ്മയെ പോലെ രാഷ്ട്രത്തിന് പെരുമാറാൻ സാധിക്കില്ല. അവിടെ ജനാധിപത്യം എന്തെന്നോ പൗരാവകാശം എന്തെന്നോ അല്ല. ഇനി എന്താണ് ജനാധിപത്യം? എന്തുകൊണ്ട് കാശ്മീർ ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൂടാ? സൂസന്ന അരുന്ധതി റോയെ പോലുള്ളവരും മനസ്സിന്റെ ഉള്ളിൽ കാശ്മീർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സോണിയാഗാന്ധിയെ പോലുള്ളവരും ഉത്തരം പറയണം. എന്തുകൊണ്ട് കാശ്മീര്? ഉത്തരമുണ്ട്. കാശ്മീരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. കാശ്മീർ തുറന്ന് തന്നെ പറയാലോ, നമുക്ക് അഭിനയമൊന്നും വേണ്ട. കാശ്മീരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അത് ഇന്ത്യ ചേരരുത്. അപ്പൊ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണോ? RSS അല്ലേ പറയുന്നത് കേട്ടോ. കാശ്മീർ കൂടുതൽ ഭൂരിപക്ഷം മുസ്ലിം ആയതുകൊണ്ട് അത് ഇന്ത്യയിലല്ല ചേരേണ്ടത് എന്ന് പറയുന്ന സൂസന്ന അരുന്ധതി റോയും സോണിയ മെയ്നോവും ഒക്കെ പറയേണ്ടത് അപ്പൊ നിങ്ങൾ അംഗീകരിച്ചോ ഇന്ത്യ ഹിന്ദു രാഷ്ട്രം തന്നെയെന്ന്? കാരണം ഭൂരിപക്ഷം മുസൽമാനായ ഒരു പ്രദേശം ഇന്ത്യയോട് കൂടിച്ചേരണ്ട എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഈ രാഷ്ട്രം മതേതരമല്ലേ? അപ്പൊ ആരെ പറ്റിക്കാനായിരുന്നു ഭരണഘടനയിൽ മതേതരം എന്ന വാക്ക് എഴുതി ചേർത്തത്? ഇവിടുത്തെ ഹിന്ദുവിനെ വിഡ്ഢിയാക്കാനോ? ഇവിടുത്തെ ഹിന്ദുവിനെ വിഡ്ഢിയാക്കാൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടി മതേതരം എന്ന വാക്ക് എഴുതി ചേർത്തു? നിങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല ഇത് മതേതരമാണെന്ന്. മതേതരമാണെങ്കിൽ കാശ്മീർ ഇന്ത്യക്കുള്ളിൽ കടന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ, ഇടതും വലതും നിൽക്കുന്ന കക്ഷികള്, അവരെന്തുകൊണ്ട് കാശ്മീരിന്റെ നയത്തിന് ഇതുപോലൊരു ശരിക്കും പറഞ്ഞ ഒട്ടകപ്പക്ഷി നയം എടുക്കുന്നു? വ്യക്തമായ നയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? പാലസ്തീന്റെ വേദന അവർക്കൊക്കെ അറിയാം. പാലസ്തീന്റെ വേദന പൂർണ്ണമായി ഇവിടുത്തെ മാർക്സിസ്റ്റുകാർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. ഇസ്രായേൽ കാണിക്കേണ്ട അതിക്രമമാണെന്നും അറിയാം. ഇസ്രായേലിനെതിരെ നമ്മുടെ നാട്ടിൽ പോലും, ഇസ്രായേൽ ഇവിടെ ഒന്ന് പോസ്റ്റർ വായിക്കാറുണ്ടോ എനിക്കറിയില്ല, ഇസ്രായേലിനെതിരെ നമ്മുടെ നാട്ടിൽ പോലും നിറച്ച് പോസ്റ്ററുകളൊക്കെ വെക്കും. ഇസ്രായേലിനെ അക്രമിയായി മുദ്ര കുത്തും. ഇസ്രായേൽ എവിടുന്ന് അക്രമിയാകുന്നത്? 1948 47 എങ്ങനെയാണോ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോയത്, ഇതുപോലെ തന്നെ പാലസ്തീനിൽ നിന്നും ബ്രിട്ടൻ പോയത്. പാലസ്തീനിൽ ദ്വിരാഷ്ട്രവാദം മുഴങ്ങിയായിരുന്നു. ഇന്ത്യയിലും ദ്വിരാഷ്ട്രവാദം, മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും 2 രാഷ്ട്രം വേണം എന്ന വാദം ഇന്ത്യയിൽ മുഴങ്ങുമ്പോഴാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെന്നോ പാകിസ്ഥാനിലെന്നോ ഒന്നും തീരുമാനിക്കേണ്ട അവര് ഓരോ പ്രദേശവും അവര് പതുക്കെ തടിയെടുത്തു. 600ഓളം നാട്ടുരാജ്യങ്ങളോട് പറഞ്ഞു, വേണേ ഇന്ത്യ ചേർന്നോ, അല്ലേ പാകിസ്ഥാനിൽ ചേർന്നോ, അല്ലേ നിങ്ങൾ ദൈവത്തിനോ ജഗത്താനോ എങ്ങോട്ടാച്ചാ പോയിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ തടിയും കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് കൃത്യമായൊരു തീരുമാനമെടുക്കാതെ 47 ആഗസ്റ്റ് 14 ലണ്ടനിലിരുന്ന് മാപ്പിലൂടെ വരച്ചൊരു പാകിസ്ഥാനും സൃഷ്ടിച്ച് ഇവിടുന്ന് എങ്ങനെയാണോ ബ്രിട്ടൻ മുങ്ങിയത് അതുപോലെ തന്നെ പാലസ്തീനിൽ നിന്ന് മുങ്ങിയത്. 1948 അവിടെ ദ്വിരാഷ്ട്രവാദം, പലസ്തീനികൾക്ക് രാഷ്ട്രം വേണമെന്നും ജൂതന്മാർക്ക് രാഷ്ട്രം വേണമെന്നുമുള്ള വാദകോലാഹലങ്ങൾ നടക്കുമ്പോൾ പാലസ്തീനികൾക്കാണോ ജൂതന്മാർക്കാണോ പാലസ്തീൻ എന്ന് വിവരിക്കാതെ എന്ന് പറയാതെ അവരൊന്നും പറയാതെ മെയ് മാസം 14 അവിടുന്ന് തടിയെടുത്ത വഴിക്ക് അവിടെ ഇസ്രായേൽ ജൂതരാഷ്ട്രം പ്രഖ്യാപിച്ചു. ഇന്ത്യക്കുള്ളിൽ ഒരു മുസ്ലിം രാഷ്ട്രം ശരിയാണെങ്കിൽ, ഇന്ത്യ വിഭജിച്ചുകൊണ്ട് ഒരു പീഡനവും അനുഭവിക്കാത്ത, ഒരു വിവേചനവും അനുഭവിക്കാത്ത ഒരു വിഭാഗത്തിന് വേണ്ടി ഇന്ത്യ വിഭജിച്ചൊരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കിയത് ശരിയാണെങ്കിൽ, പാലസ്തീൻ വിഭജിച്ചൊരു ജൂതരാഷ്ട്രം ഉണ്ടാക്കിയത് എങ്ങനെയാ തെറ്റാവുക? ഇത് ശരിയെന്ന് പറയുന്നവർക്ക് ഒന്നുകിൽ അതും ശരിയെന്ന് പറയണം, അല്ലെങ്കിൽ ഇത് രണ്ടും തെറ്റെന്ന് പറയണം. പാകിസ്ഥാൻ ശരിയാണെങ്കിൽ ഇസ്രായേലും ശരിയായിരുന്നു. പക്ഷെ അതിനെതിരെ നമുക്ക് അഭിപ്രായങ്ങളുണ്ട്. ഇസ്രായേൽ പാലസ്തീന്റെ മണ്ണും തൊട്ട് അയൽപക്കത്തുള്ളവരുടെ മണ്ണൊക്കെ പിടിച്ചു വെച്ച് പറഞ്ഞു. തന്നെ പിടിച്ചു വെച്ചതല്ല, അങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോ യുദ്ധത്തിൽ വിജയിച്ചാണ് അവരുടെ കയ്യിൽ മണ്ണിരിക്കുന്നത്. ഇസ്രായേലിനോട് നടത്തിയ എല്ലാ യുദ്ധത്തിലും ഇസ്രായേൽ വിജയിച്ചു. ഇസ്രായേലിന്റെ കയ്യിൽ മണ്ണ് വരുന്നു. ഭാരതത്തിന്റെ സ്ഥിതി അതാണോ? പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധത്തിലൊക്കെ ജയിച്ചത് ഇന്ത്യ.
പക്ഷേ ഭൂമി നഷ്ടപ്പെട്ടത് ഇന്ത്യക്ക്. എല്ലാ യുദ്ധത്തിലും ലോകത്തെ എവിടെയെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കാം, ഏതൊരു രാജ്യത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ, യുദ്ധ വിജയം നേടിയിട്ട് ഭൂമി നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? 4 യുദ്ധം നടത്തിയിട്ട് 4ഉം വിജയിച്ചു. പക്ഷേ കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ കയ്യിലിരുന്നു. അത് തിരിച്ചു മേടിക്കാനുള്ള ആണത്തവും ആർജവവും പോലും നമ്മൾ ഈ രാഷ്ട്രം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ, ആ രാഷ്ട്രമാണോ ഇസ്രായേലിന് വേണ്ടി പാലസ്തീന് വേണ്ടി കരയുന്നത്, ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നത്? ഇസ്രായേലിന് പീഡനം മൂലം ദുരിതം അനുഭവിക്കുന്ന പാലസ്തീനികളുടെ കണ്ണീര് ഈ നാടിനറിയാം. അതിനുവേണ്ടി പിരിവ് നടക്കും. പക്ഷെ കാശ്മീരിലെ ഹിന്ദുക്കള് ഒരു ഗതിയും പരഗതിയില്ലാതെ റോട്ട് വക്കത്ത് ടെന്റ് അടിച്ച് കഴിഞ്ഞുകൂടുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ പറ്റിയിട്ട് ഇവിടെ ആർക്കെങ്കിലും അറിയാവോ? ഒരു പിരിവ് നടന്നിട്ടുണ്ടോ? സർക്കാർ ആകെ അവർക്ക് കൊടുക്കുക ഒരു ടെന്റാ. ഏത് റോട്ട് വക്കത്ത് വേണമെങ്കിൽ പോയി അടിച്ചു കൂടിക്കോളാൻ പറഞ്ഞ ഒരു ടെന്റാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സർക്കാർ കൊടുക്കുന്നത്. റേഷൻ കാർഡില്ല, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡില്ല. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവർക്ക് ആഴ്ചകൾക്കുള്ളിൽ റേഷൻ കാർഡും വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡുമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ക്യൂ നിൽക്കുന്നിടത്ത്, പെറ്റ നാട്ടിൽ നിന്ന് പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകൾക്ക് റേഷൻ കാർഡില്ല, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡില്ല. ദൈവത്തിന്റെ ഇച്ഛകൊണ്ട് ജീവൻ കടന്നു പോണു. അവർ ഈ നാട്ടിലെ പൗരന്മാരാണ് എന്ന് പോലും തെളിയിക്കാൻ കഴിയുന്ന ഒരു രേഖയും ഇല്ലാതെ, ഒരിക്കലും സ്വന്തം മറ്റേ കുടുംബ സ്വത്തുക്കൾ ഒന്നും തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയില് റോട്ട് വക്കത്ത് ഭിക്ഷക്കാരെ പോലെ കഴിയുന്ന അവരെ പറ്റിയിട്ട് എന്നെങ്കിലും രാഷ്ട്രം ചിന്തിച്ചിട്ടുണ്ടോ? മദാമ്മയ്ക്ക് അറിഞ്ഞോളന്നില്ല. നെഹ്റുവിന്റെ തറവാടാണല്ലോ കാശ്മീർ. എങ്ങനെയല്ലേ പറയുന്നത്? നെഹ്റുവിന്റെ ജന്മദേശമാണെന്ന്. നെഹ്റുവിന്റെ മറ്റേ പൈതൃക സ്ഥലമാണ് കാശ്മീര്. ആ കാശ്മീരിൽ നിന്ന് നെഹ്റുവിന്റെ പേരക്കുട്ടി എന്ന് അവകാശപ്പെടുന്ന അമൂൽ ബേബിക്ക് പോയിട്ട് 1 ഇഞ്ച് ഭൂമി വാങ്ങിക്കാൻ പറ്റുമോ? 1 ഇഞ്ച് ഭൂമി അവിടെ പോയിട്ട് വാങ്ങിക്കാൻ പറ്റുമോ? മുതുമുത്തച്ഛന്റെ മണ്ണാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മതേതരനാണ് എന്നൊക്കെ നമ്മളോട് പറയാം. എന്തരനാണെങ്കിലും RSSകാരന് കിട്ടില്ലാച്ചാൽ രാഹുൽ ഗാന്ധിക്കും കിട്ടില്ല. കാശ്മീരിന്റെ മണ്ണിൽ 1 ഇഞ്ച് ഭൂമി വാങ്ങിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് പറ്റില്ല. ഇനി ഭൂമി പോട്ടെ, ഇപ്പോഴും ക്രോണിക് ബാച്ചിലറായിട്ട് നടക്കുക എന്നല്ല അമൂൽ ബേബി. പ്രായമൊക്കെ ആയേക്കണു അല്ലെ? കൂടെ നടന്ന ആരെയും പറ്റാഞ്ഞിട്ടാണോ എന്താ നിശ്ചയില്ല, ക്രോണിക് ബാച്ചിലറായിട്ട് നടക്കുകയാണ്. ഈ അവസ്ഥയില് നമുക്ക് കാശ്മീരിൽ നിന്ന് ഒരു പെണ്ണാലയച്ചാലോ? നമ്മുടെ യുവരാജാവിന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് കാശ്മീരിൽ നിന്നൊരു പെണ്ണ് വേണമെങ്കിൽ ആലോചിക്കാം. എന്നാൽ കാശ്മീരിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരിൽ നിന്ന് എങ്ങാൻ അമൂൽ ബേബി പെണ്ണ് കെട്ടിയാല് പിന്നെ ആ പെണ്ണിന്റെ സ്വത്ത് പെണ്ണിനില്ല. ഇത് ഈ നാട്ടിലെ നിയമമാണ്. ഒരു കാശ്മീരി പെൺകുട്ടിയെ ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് വിവാഹം കഴിച്ചാൽ അതോടുകൂടി ആ കുട്ടിയുടെ സ്വത്തവകാശം പോവുകയാണ്. ഇവിടുത്തെ ഒരു വനിതാ സംഘടനകൾ പറഞ്ഞിട്ടില്ല. കുടുംബ സ്വത്തിന്റെ അവകാശം പോണു. കാരണം എന്തുകൊണ്ട്? ആ മണ്ണെങ്ങ മറ്റാർക്കെങ്കിലും അവകാശപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് വിവാഹം കഴിച്ചാൽ അതോടുകൂടി കുടുംബ സ്വത്തുമുള്ള അവകാശം പോയി. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അവര് പിടിച്ചെടുത്തതല്ല, നമ്മൾ കൊണ്ടുവച്ചു കൊടുത്തതാണ്. കാശ്മീരിലെ വിഘടനവാദികൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നടക്കണമെങ്കിൽ പണി വളരെ എളുപ്പമാണ്. ദേശീയ പതാക ഒന്ന് കത്തിച്ചാൽ മതി, ഇന്ത്യയൊന്ന് മൂർദാബാദ് വിളിച്ചാൽ മതി, തൊട്ട് പിറ്റേ ദിവസം ആവശ്യം നടന്നു കിട്ടിയിരിക്കും. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങൾക്ക് 1 രൂപയാണ് സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കൊടുക്കുന്നതെങ്കിൽ കാശ്മീരിലേക്ക് 11 രൂപ. ഇവിടെ 1 രൂപയാണെങ്കിൽ കാശ്മീരിൽ കൊടുക്കുന്നത് 11 രൂപ. 10 ഇരട്ടിയിലധികമാണ് കാശ്മീരിൽ കൊടുക്കുന്ന ഫണ്ട്. ഇനിയും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എവിടെയെങ്കിലും വെച്ച് ദേശീയ പതാക ഒന്ന് കത്തിക്കുക, ഇന്ത്യക്ക് മൂർദാബാദ് വിളിക്കുക, ലക്ഷങ്ങളും കോടികളും സഹായമായി എത്തിയിരിക്കും, ജോലി വാഗ്ദാനങ്ങൾ എത്തിയിരിക്കും, എന്തു വേണമെങ്കിൽ വിഘടനവാദികളെ തേടി വരും. അതേസമയം അമർനാഥ് പ്രക്ഷോഭം നടക്കുമ്പോ ദേശീയ പതാക കയ്യിലേന്തിക്കൊണ്ട് ഭരത് മാതാ കി ജയ് എന്നോ വന്ദേ മാതരം എന്നോ വിളിച്ചു നീങ്ങിയ ദേശഭക്തരുടെ നേരെ നിറയൊഴിക്കാനും കാശ്മീരി പോലീസിനോ ഇന്ത്യൻ പട്ടാളത്തിനോ മടിയുണ്ടായിരുന്നില്ല. ഇന്ന് വന്ദേ മാതരം എന്ന ഭരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ വെടിവെക്കാൻ ബ്രിട്ടീഷുകാരാണോ ഇവിടെ ഭരിക്കുന്നത്? തല്ലി ഓടിക്കാൻ ബ്രിട്ടീഷുകാരാണോ ഭരിക്കുന്നത്? ഇപ്പൊ ഭരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ ശിക്ഷയാണ്. അതേസമയം ഇന്ത്യക്ക് മൂർദാബാദ് വിളിച്ചാല്, ദേശീയ പതാക കത്തിച്ചാല് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു നാടാണ് ഭാരതം എന്ന് വരുമ്പോൾ നമ്മൾ ലജ്ജിക്കണമോ? ഇതിനെപ്പറ്റി ഓർത്തിട്ട് ഇതുപോലുള്ള ഭരണകൂടങ്ങളെ നമ്മൾ ഉണ്ടാക്കിയതിൽ നമ്മൾ ലജ്ജിക്കണോ? ഇതെന്തുകൊണ്ട് നമ്മുടെ പട്ടാളത്തിന് ശക്തിയില്ലാതെയാണോ? ഈ 1064 കൊല്ലം കൊണ്ട് നമ്മുടെ എത്ര പാവങ്ങളുടെ രക്തം ആ മഞ്ഞുമലയിൽ ഒഴുകിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന് താങ്ങും തണലുമാകേണ്ട ചെറുപ്പക്കാര്, പട്ടാളക്കാര് സ്വന്തം ജീവൻ അതിർത്തിയിൽ ഹോമിച്ചത് എന്തിന്? കാശ്മീരിന്റെ വിധിക്ക് വിടാനായിരുന്നെങ്കിൽ, പാകിസ്ഥാന്റെ മുന്നിൽ കീഴടങ്ങാനായിരുന്നെങ്കിൽ എന്തിന് ഈ പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്തു? ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ. ഇന്നും രക്തം കോച്ചുന്ന ആ തണുപ്പത്ത് ആ പാവങ്ങൾ കാവൽ നിൽക്കുന്നത് ആർക്കു വേണ്ടിയിട്ട്? അവരുടെ കാവലിലാണ് ഈ മദാമ്മയെ പോലുള്ള ഒരു
സുഖിച്ച് ജീവിക്കുന്നത് എന്നൊരു അല്പനേരമെങ്കിലും ഓർത്തിരുന്നെങ്കിൽ അവരുടെ നാണം കെടുത്തുന്ന വിധത്തിലുള്ള നടപടികളും പെരുമാറ്റങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയും പാരമ്പര്യമുള്ള, സംസ്കാരമുള്ള, ചരിത്രമുള്ള, വലിപ്പമുള്ള, ശക്തിയുള്ള ഒരു രാഷ്ട്രം പാകിസ്ഥാന് മുന്നിൽ ഇന്നൊരു ചർച്ച പോലും വിജയിക്കാൻ സാധിക്കാതെ നാണം കെടുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നില്ലേ നമുക്കറിയാം, പണ്ട് ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രന്റെ ദൂതനായി ഹനുമാൻജി ലങ്കയിലെത്തിയ രംഗം നമുക്കൊക്കെ അറിയാം. ശ്രീരാമദൂതനായി അവിടെ ചെന്ന ഹനുമാൻ ബന്ധനസ്ഥനായാണ് എത്തിയതെങ്കിലും താൻ ശ്രീരാമദൂതനാണ് എന്ന ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു രംഗമുണ്ട്. രാവണൻ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുക, ഹനുമാനെ താഴെ നിർത്തിയിരിക്കുക. ഞാൻ താഴെ നിന്നാൽ ശരിയാവില്ല, കാരണം ഞാൻ രാമന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ആരും ഇരിക്കാൻ കസേരയൊന്നും കൊടുത്തില്ല. സ്വന്തം വാലങ്ങോട്ട് മടക്കി 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 രാവണന്റെ സിംഹാസനത്തിനൊത്ത് ഉയരം ഉണ്ടാക്കി അതിന്റെ മുകളിൽ ചാടിക്കയറിയിരുന്ന ഹനുമാൻജിയുടെ മണ്ണില് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തോട് സന്ധി സംഭാഷണം നടത്തേണ്ടത്, ചർച്ച നടത്തേണ്ടത് എന്ന നിർദ്ദേശമാണ് ഹനുമാൻജി അന്നാ കാണിച്ചത്. സമത്വം നേടിക്കൊണ്ട് ഞാൻ ഒന്നുകൊണ്ടും കുറവല്ല, 10 തലയും 20 കൈകളുള്ള രാവണന് മുന്നിലാണ് സ്വന്തം വാലിന് മുകളിൽ കയറി നിന്നുകൊണ്ട് രാമപക്ഷത്തിന്റെയും ഭാരതത്തിന്റെയും അന്തസ് അന്ന് ഹനുമാൻജി പ്രകടിപ്പിച്ചതെങ്കിൽ നാണമുണ്ടോ എന്നിവർക്ക്? ചിന്തിച്ചു നോക്കാം. നമ്മള് ഇത്തിരി പോകുന്ന ഒരു പാകിസ്ഥാന് മുന്നിലെ മര്യാദയ്ക്കൊന്ന് ചർച്ചയിൽ പോലും ശോഭിക്കാൻ കഴിയാതെ നാളെ കാശ്മീർ വിട്ടുകൊടുക്കേണ്ട ഒരു ദുര്യോഗത്തിലേക്ക് എത്തിയാല് ഇവരെയൊക്കെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഇവരെ നമുക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്തണ്ട, അവരെയൊക്കെ തന്നെ തെരഞ്ഞെടുത്തയച്ച ഓരോ ഭാരതീയനും അതിനെപ്പറ്റി ഓർത്ത് ഖേദിക്കണം. കാരണം ഒരു ജനതയ്ക്ക് ഭരണകൂടം തന്നെ ഉണ്ടാവുന്നതല്ല, മോളിന്ന് വരുന്നതല്ല, നമ്മൾ തെരഞ്ഞെടുത്തയക്കേണ്ടതാണ്. ആ തെരഞ്ഞെടുത്തയക്കുന്ന ഭരണകൂടത്തിന്റെ പ്രവൃത്തികൾ ഇത്തരത്തിലാകുമ്പോൾ അതിന്റെ ആ പാപഭാരം നമ്മളൊക്കെ ഓരോരുത്തരും കുറേശ്ശെ സഹിച്ചേ മതിയാകുള്ളൂ. പക്ഷെ നമുക്കൊന്ന് തീരുമാനിക്കാം, ഭരണകൂടത്തിന്റെ പാപഭാരം പേറാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഭരണകൂടത്തിന്റെ നെറികെട്ട തീരുമാനങ്ങളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തെന്ത് ചർച്ചകൾ നടന്നോട്ടെ, കോലാഹലങ്ങൾ നടന്നോട്ടെ, എന്ത് വേണമെങ്കിൽ വിളിച്ചോട്ടെ, ഭീകരവാദി എന്നോ തീവ്രവാദി എന്നോ കോലം കത്തിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇനിയും ഭാരതത്തെ മുറിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അസാധ്യമാണ്. സ്വാതന്ത്ര്യപ്രാപ്തിയെ ഇവിടെ കേട്ട പോലെയല്ല, ഇന്ത്യ വിഭജിക്കാൻ കഴിയില്ല. പല ദേശീയ നേതാക്കളും പറഞ്ഞു എന്റെ ശവത്തിലൂടെ അല്ലാതെ ഇന്ത്യയെ വിഭജിക്കില്ല. പക്ഷെ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. അതുപോലുള്ള വാദഗതികളല്ല. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന വടവൃക്ഷം ഈ ഭാരതത്തിന് തണലേകിക്കൊണ്ട് ഇതിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഭാരതത്തിന്റെ ഒരു തരി മണ്ണും ഇനി അന്യാധീനപ്പെടില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഭരണകൂടങ്ങളുടെ പിന്തുണ വേണ്ട, നമ്മുടെ മനസ്സിലുള്ള ദേശസ്നേഹം മതി, ത്യാഗനിർഭരമായ പ്രവർത്തനം മതി. അപ്പൊ ഈ കോലാഹലമൊക്കെ വെറുതെ കൂട്ടുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് കാശ്മീരിനെ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമാണ് ആ വിഷയത്തില് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഇരയാക്കുമ്പോൾ, ചർച്ചകളിലെ ഒരു പ്രധാന ബിന്ദുവാക്കി മാറ്റുമ്പോൾ, അതിനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അപമാനിച്ച് അവഹേളിച്ച് ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ടത് നമ്മൾ ചിന്തിക്കണം. എന്തൊരു രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം? അവിടെയാണ് ഈ ഭാരതത്തിലെ ദേശീയ ജനത ആക്ഷേപിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തില് മറ്റൊരു രക്ഷകൻ ഈ നാടിനില്ല എന്നതുകൊണ്ട്, മറ്റൊരു രക്ഷകരില്ല. തീവ്രവാദത്തിന്റെയും മതമൗലികവാദത്തിന്റെയും കൊളമ്പടികൾക്കുള്ളിൽപ്പെട്ട് ഞെരിയുന്ന ഭാരതത്തിന് ഒരു മോചനം ഉണ്ടാക്കി കൊടുക്കാൻ, അതിനെ അതിന്റെ വൈഭവത്തിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ അല്ലാതെ സാധിക്കില്ല എന്ന് ഇന്ന് രാഷ്ട്രം വിശ്വസിക്കുന്നു. കൈവെട്ടുകാരും കാൽവെട്ടുകാരുടെയും എണ്ണം പെരുകുമ്പോഴും മനസമാധാനത്തോടു കൂടി ഈ നാട് കിടന്നുറങ്ങുന്നത് ഓരോ ദിവസവും കാവി ഭഗവദ്ധ്വജത്തിന് മുന്നിൽ സ്വന്തം വലങ്കൈ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരം വൈഭവം നേതു മേതസ്വരാഷ്ട്രം എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൊണ്ട്, അവരെ കണ്ടുകൊണ്ടാണ് ഈ മണ്ണ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. അല്ലാതെ കൈവെട്ടുകാരും കാൽവെട്ടുകാരും ഉള്ള ഈ മണ്ണില് പലർക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. കൈവെട്ടുകാരുടെ എണ്ണം പെരുകുമായിരിക്കാം, പക്ഷെ എത്രമാത്രം എണ്ണം പെരുകിയാലും ജനങ്ങൾ വിശ്വസിക്കുന്നു ഈ വലങ്കൈ മാറോട് ചേർത്ത് പിടിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ, ഈ ദേശസ്നേഹികളുടെ താങ്ങൻ തലോടലും ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കോ ഈ നാടിനോ ഒരു പോറല് പോലും പറ്റില്ല എന്നവര് വിശ്വസിക്കുന്നു. അവിടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ അവര് ഭക്തിയോടെ ആദരവോടെ വിശ്വാസത്തോടെ നോക്കി കാണുന്നത്. കൈവെട്ടിയെടുത്തു അതന്നെ സംഭവിച്ച എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ?
എന്നൊക്കെ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ യഥാർത്ഥ മുഖം കാശ്മീരിലാണെങ്കിലും തൊടുപുഴയിലാണെങ്കിലും ഏത് ഉട്ടോപ്യയിലാണെങ്കിലും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു സംഭവമായിരുന്നു അത്. വെട്ടുകാരെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, കാലടിയിലും പരിസരത്തും വരെ തപ്പിയാൽ ചിലപ്പോൾ വേണ്ടവരെയൊക്കെ കിട്ടും, കുറച്ചൊക്കെ കിട്ടി, ഇനി ബാക്കിയൊക്കെ ഇവിടെയൊക്കെ തന്നെ കിടക്കണ്ടാവും. അതുകൊണ്ട് വെട്ടിയവരെ അന്വേഷിച്ച് ഞാൻ പോണില്ല. മറിച്ച് നമുക്ക് കാശ്മീരടക്കം വെട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ വെട്ടിച്ചോരെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കണ്ടേ? ആ വെട്ടിച്ചോര് ഇല്ലാതാക്കാൻ എന്താണ് വഴി നമ്മൾ അന്വേഷിക്കണ്ടേ? കാരണം എന്തുകൊണ്ടാണ് വെട്ടിച്ചോരെ പറ്റി നമ്മൾ അന്വേഷിക്കണം എന്ന് പറയുന്നത്? ഒരു ചോദ്യത്തിന്റെ പിന്നാലെ ഉണ്ടായ ഒരു പുലിവാലാന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഇങ്ങനൊരു ചോദ്യയുടെയും ഒരു പുലിവാല് വരിയൊക്കെ ചെയ്ത സമയത്ത് ആദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ പോയത് ഇതില്ല, പിന്നെ പഠിക്കാനില്ലാത്തൊരു പുസ്തകത്തിൽ നിന്നല്ല വന്ന്, പഠിക്കാനുള്ള പുസ്തകത്തിൽ നിന്നാണ് വന്ന്. ഈ പുസ്തകം എങ്ങനെയാ പിള്ളേർക്ക് പഠിക്കാൻ വന്ന്? ഇങ്ങനൊരു പുസ്തകം, വിവാദ ഭാഗമുള്ളൊരു പുസ്തകം എങ്ങനെയാ ബികോം സെക്കൻഡ് സെമസ്റ്റർ കുട്ടികൾക്ക് പഠിക്കാൻ വന്നത്? PT കുഞ്ഞുമുഹമ്മദിന്റെ ഗർഷം എന്ന തിരക്കഥയിലെ ഭാഗമാണ് ഇത്രത്. ഈ സഖാക്കളുടെ സാഹിത്യമൊക്കെ മനുഷ്യൻ കാശ് കൊടുത്തു വന്നു. അപ്പൊ അത് ചെലവാകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പിള്ളേരെ പഠിപ്പിക്കാനുള്ള പുസ്തകമൊക്കെ അവർക്ക് വാങ്ങിക്കേണ്ട വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ അത് പാഠപുസ്തകമാക്കിയെടുത്ത് തൊട്ട് തുടങ്ങിയിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു, ഇതിനെതിരെ അധ്യാപകനെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു, എല്ലാം ചെയ്തിട്ടും എന്തിനെ തൊടുപുഴ അങ്ങാടിയില് ഒരു പിടി തീവ്രവാദികൾ അഴിഞ്ഞാടിയത്? എന്തിന്റെ പേരിൽ? അധ്യാപകനെതിരെ കേസെടുത്തു, ക്രിമിനൽ കേസെടുത്തു, സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു, വകുപ്പ് തല അന്വേഷണം പുറപ്പെടുവിച്ചു, അധ്യാപകനെ തല്ലിക്കൊല്ലുന്നത് ഒഴികെയുള്ള എല്ലാ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ എന്തിനാ ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടിയത്? എവിടെ വരെ എത്തി അഴിഞ്ഞാടല്? തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ വരെ എത്തി. ശ്രീകൃഷ്ണസ്വാമിയുടെ ഗരുഡന്തറ തകർക്കുന്നിടം വരെ എത്തി ആ മുഷ്ക്. ശ്രീകൃഷ്ണസ്വാമി ആയിരുന്നോ ചോദ്യട്ടത്? ഇത്തരം ഒരു ചോദ്യട്ടത് ശ്രീകൃഷ്ണസ്വാമിയായിരുന്നു. അങ്ങാടി തോറ്റേനെ അമ്മയുടെ നെഞ്ഞത്ത് എന്ന് പറഞ്ഞ മാതിരി എന്തിനായിരുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പറന്നെത്തിയത്? ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടും എപ്പോഴും ഇത് നിന്ന് അവിടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം നാടിന് ആവശ്യമാണ് എന്ന് ജനങ്ങൾ കാണുന്നത്. കാരണം അതുകൊണ്ടരിശം തീരാഞ്ഞിട്ട പൊരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞ മാതിരി കണ്ണ് കണ്ടതൊക്കെ തകർത്ത് തൊടുപുഴ അങ്ങാടി അടിച്ച് തകർത്ത് മുന്നേറുന്ന മറ്റേ കൂളിക്കൂട്ടങ്ങൾക്ക് സ്ഥിരബോധം ഉണ്ടായത് എപ്പോഴാ? ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഗരുഡന്തറ തകർത്തതിന്റെ വെളിച്ചത്തില് മുക്കെന്നും മൂലയെന്നും അവിടുന്നും ഇവിടുന്നൊക്കെ 10 സ്വയം സേവകർ ഓരോ ഇടവഴിന്നൊക്കെ പുറത്തേക്ക് വന്നപ്പോ ആട് കിടന്നോടത്ത് പൂടിയും കൂടിയില്ല. ധീരശൂര വീര പരാക്രമികള് പോയടത്ത് പിന്നെ മഷിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അത് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ നിങ്ങൾ എന്തൊക്കെ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും അപമാനിച്ചാലും അവഹേളിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ രക്ഷകരായി കാണാനുള്ള സംഗതി 10-300 പോലീസുകാർ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഈ നായാട്ട് തൊടുപുഴ അങ്ങാടിയിൽ നടത്തിയത്. RDO അടക്കമുള്ള ബഹുമാന്യരൊക്കെ ചർച്ച നടത്തുമ്പോഴായിരുന്നു ഈ നായാട്ട് നടത്തിയിരുന്നത്. അവിടെ ഒന്നും നിർത്താൻ തോന്നിയില്ല. പക്ഷേ 10 സ്വയം സേവകർ ഒരിടവഴിയിൽ നിന്നും അതിലെന്തെങ്കിലും ഒറ്റയ്ക്കും തറ്റയ്ക്കും വരുന്ന മൊബൈൽ ഫോണ് ചെവിയിൽ വെക്കണ കണ്ടപ്പോ പിന്നെ ആ ഭാഗത്ത് ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആയിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടായേ പറ്റൂ. രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത് അവിടെ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ പറ്റൂ. പിട്ടിന് തേങ്ങായിടുന്ന മാതിരി വായിക്ക് മതേതരത്വം പറയുന്ന ഇവിടുത്തെ നേതാക്കൾക്ക് ഈ തീവ്രവാദം ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. വായിക്ക് മതേതരത്വം പറഞ്ഞുകൊണ്ടൊന്നും ഈ തീവ്രവാദം പോവില്ല. കാശ്മീരിനെ ഭാരതത്തിന്റെ മണ്ണിൽ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. കാരണം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് മുൻപ് തന്നെ എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക് എന്ന് തിരിച്ചറിയാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലൊരു ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. ഇന്ത്യക്കും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ചൊരു രാഷ്ട്രമായി ജീവിക്കാൻ സാധിക്കില്ല എന്ന വിഘടവാദം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉന്നയിക്കുമ്പോൾ അതിനെ സമർത്ഥമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതൊരിക്കലും നടക്കാത്തൊരാവശ്യമാണ് എന്ന് എഴുതിത്തള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ 10-64 വർഷം നീണ്ട ദുരിതം ഭാരതത്തിന് ഒരിക്കലും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഇവിടുത്തെ ഉറക്കം പോയിക്കൊണ്ട് അന്ന് മറ്റേ പാകിസ്ഥാൻ മുറിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പൂർവികരൊക്കെ വിശ്വസിച്ചത് കൊടുത്താലും നമുക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാലോ എന്നാണ്. കൊണ്ടായാൽ കിടക്കണ ഭാഗത്തിന് സ്വൈരണ്ടല്ലോ എന്നാണ്. സ്വൈരം കിട്ടിയോ നമുക്ക്? 47 മുതൽ ഈ 2010 വരെ ഒരു ദിവസമെങ്കിലും ഈ നാട് ശാന്തിയോടെയും സമാധാനത്തോടെയും ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ എന്തുകൊണ്ട്? കേരളത്തിന്റെ മഹാനായ മുഖ്യമന്ത്രി കേരളം വിട്ടപ്പോ അടുത്ത കാലത്തൊരു വലിയ സത്യം വിളിച്ചു പറഞ്ഞ് നമ്മളൊക്കെ കേട്ടൂലേ? ഡൽഹി ചെന്നിട്ടാ പറഞ്ഞത്. എന്തോ കേരളത്തിൽ പറയാനുള്ള ധൈര്യം ഇല്ലാണ്ടാണോ എന്തോന്നറിയില്ല. അതോ പാർട്ടിയുടെ മറ്റു നേതാക്കൾ സമ്മതിക്കാത്തോണ്ടാണോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഡൽഹി ചെന്ന് പറഞ്ഞത് നമുക്കറിയില്ല. ഡൽഹി ചെന്നപ്പോൾ അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞു,
ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ സജീവമാകുന്നു. അടുത്ത 20 കൊല്ലം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റാനുള്ള ശ്രമം, അല്ലെങ്കിൽ മാറ്റും, അടിവരയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത 20 വർഷം കൊണ്ട് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമാക്കി കേരളത്തെ മാറ്റും. മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണ് എന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ നമ്മളൊക്കെ കഴിഞ്ഞ 10-15 കൊല്ലമായി ഇത് പറയുമ്പോൾ ഇവിടുത്തെ ഭരണകർത്താക്കൾ എവിടെയായിരുന്നു? ഇനി മുഖ്യമന്ത്രി പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു. പക്ഷെ നമ്മൾ എന്ത് വേണം? പണ്ട് ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോഴേ, കാടൊക്കെ ഉള്ള സമയത്ത് ഒരിക്കൽ ഒരു സംഘം അയ്യപ്പന്മാർ പോകുമ്പോൾ ഒരു പുലിയുടെ ശബ്ദം കേട്ടു. ഈ പുലിയുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാ അയ്യപ്പന്മാരും പേടിച്ചു. പക്ഷെ കൂട്ടത്തിലൊരു അയ്യപ്പൻ പെട്ടെന്ന് അങ്ങോട്ട് നേതാവായി. അദ്ദേഹം പറഞ്ഞ ആരും പേടിക്കണ്ട, പുലിയുടെ ശബ്ദം കേട്ടു വെച്ചിട്ട് ആരും പേടിക്കണ്ട. ഇനി അഥവാ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ പേടിയുള്ളവരൊക്കെ എൻ്റെ 4 പുറവും നിന്ന് ശരണം വിളിച്ചോളുന്നത്രേ. പുലിയെ പേടിയുള്ളവരൊക്കെ എൻ്റെ 4 പുറവും നിന്ന് ശരണം വിളിച്ചോളുന്നത്രേ. അതുപോലെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞപ്പോൾ പേടിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് വേണം? പേടിയുള്ള ഞങ്ങളൊക്കെ കൂടി അങ്ങയുടെ 4 പുറവും നിന്നിട്ട് ഇൻകുലാബ് വിളിച്ചാൽ ശരണം വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങയുടെ 4 പുറവും നിന്ന് ഇൻകുലാബ് വിളിച്ചാൽ തീരണൊരു പ്രശ്നമാണോ ഇത്? ഈ പ്രശ്നം ഇന്ന് തുടങ്ങിയതല്ല, 2010 തുടങ്ങിയതല്ല. 2010 ജൂലൈ 4-ാം തീയതി ആദ്യത്തെ കുർബാന കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ടപ്പോൾ തുടങ്ങിയതൊന്നുമല്ല ഇന്ത്യയിലെ തീവ്രവാദം, കേരളത്തിലെ തീവ്രവാദം. അതുവരെ ആരും ചർച്ച ചെയ്തില്ല. അധ്യാപകന്റെ വലങ്കൈ വെട്ടേറ്റ് വേറിട്ട് പോയപ്പോൾ മാത്രമേ മലയാളിയെ ചിന്തിച്ചുള്ളൂ ഇവിടെ തീവ്രവാദം ഉണ്ടെന്ന്. അതിന്റെ മുന്നേ നമ്മൾ ചിന്തിച്ചത് കാശ്മീരിലെ 4 മലയാളികൾ വെടിയേറ്റ് മരിച്ചപ്പോഴാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഞെട്ടൽ നമുക്ക് ഈ പൂക്കുറ്റി കത്തിക്കണമായിരുന്നു അല്ലേ? പൂക്കുറ്റിന് കത്തിച്ച ഗംഭീര പ്രഭയാ, ലേശം കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതുപോലെ ഒരു സംഭവമാണ് കഴിഞ്ഞാൽ ഗംഭീര. നമ്മളൊക്കെ തീവ്രവാദത്തിനെതിരാകുന്നു, പ്രസംഗം നടക്കുന്നു, പ്രസ്താവനകൾ ഇറക്കുന്നു, സത്യപ്രതിജ്ഞകൾ നടക്കുന്നു. തീവ്രവാദത്തിനെതിരെ നമ്മൾ വീണ്ടും ഉറങ്ങും. തീവ്രവാദം മുന്നേക്കാൾ ശക്തിയായി ഇവിടെ ആഴത്തിൽ വേരോടിക്കൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പൊ ജൂലൈ 4-ാം തീയതി ആദ്യ കുർബാന കഴിഞ്ഞപ്പോൾ അല്ല ഇസ്ലാമിക തീവ്രവാദം ഇവിടെ തുടങ്ങിയത്. അതിന് പതിറ്റാണ്ടുകളുടെയും നൂറ്റാണ്ടുകളുടെയും പഴക്കമുണ്ട്. ആ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിൽ അന്നത്തെ തെറ്റിനെ തെറ്റെന്ന് പറയാൻ ഇവിടുത്തെ ചരിത്ര പുസ്തകങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കലും ആ തെറ്റുകൾ ഇന്ന് ആവർത്തിക്കപ്പെടുമായിരുന്നില്ല. തെറ്റെല്ലാവരും ഇപ്പൊ എങ്ങനെയാണ് ഹൈന്ദവ സമൂഹത്തിലെ ജാതി വ്യവസ്ഥ തെറ്റാണ്, നമുക്കൊക്കെ അറിയാം. അന്ന് ചെയ്ത ആ ജാതി വ്യവസ്ഥ നീയല്ലെങ്കിൽ നിന്നടതല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാനിടുന്നു. ഞാൻ മേധേ നീ മീതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ ഇന്ന് ആരുടെയും മനസ്സിലില്ലെങ്കിലും നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് അടിയളന്നും കോലളന്നും പരസ്പരം മാറി നിന്നിരുന്നത്, എന്തൊക്കെയാണ് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നത്. 6-ാം ക്ലാസ്സിലെ 7-ാം ക്ലാസ്സിലെ ഒരു സാമൂഹ്യ പാഠം പുസ്തകത്തിലെ കുട്ടിക്കുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. എന്താ കുട്ടിയോടുള്ള ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ നാട്ടിൽ അയിത്തം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? കുട്ടി നടന്ന് അന്വേഷിക്കണം. അയിത്തം ഉണ്ടായിരുന്ന കാലത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ നാട്ടിലെ സ്ഥിതി? അപ്പൊ ഇത് അന്വേഷിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ മനസ്സുകൊണ്ട് തീരുമാനിക്കേണ്ട എന്താ? ഈ കുട്ടിയെ ലേശം ഉയർന്ന ജാതിയിൽപ്പെട്ടതാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ വേണം ബനക്കപ്പ എൻ്റെ കൂടെ നടക്കണു, എന്തായിരുന്നു ഇന്നലെകളിലൊക്കെ അവസ്ഥ, ഞാൻ ആരായിരുന്നു എന്ന് ഗുരുവായൂർ കേശവന്റെ തല പൊന്തണ പോലെ ഈ കുട്ടിയുടെ തല പൊന്തണം. ഇനി എങ്ങാനും താണ വിഭാഗത്തിലാണെങ്കിൽ ഇത് അന്വേഷിച്ച കുട്ടി ഇവന്മാരൊക്കെ അല്ലേ ഞങ്ങളുടെ പൂർവികരെ പണ്ട് എന്ന് പറഞ്ഞൊരു ശത്രുതാഭാവത്തോടും അപകർഷതാബോധത്തോടെയും കൂടി ഇവന്റെ തല താഴണം. ഈ ഉദ്ദേശത്തിൽ ഇന്നും പാഠപുസ്തകങ്ങളിൽ ജാതി വ്യവസ്ഥയെ പറ്റി പേർത്തും പറയുന്ന ന്യായം അതിനി ഒരിക്കലും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ജാതി വ്യവസ്ഥ അബദ്ധമായിരുന്നു എന്ന് ഇവിടുത്തെ കുട്ടി മനസ്സിലാക്കണം. ഒരിക്കലും അതിനി ഇവിടുത്തെ കുട്ടികളുടെ അടുത്ത് വരരുത്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും പ്രശ്നം അങ്ങനെ തന്നെയല്ലേ കാണിക്കേണ്ടത്? ഇന്നലെകളിലെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ തെറ്റെന്ന് പറയണം. അതല്ലാതെ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ചോരപ്പുഴകൾ ഒഴുക്കി വന്ന അക്രമികളെ ദേശസ്നേഹികളാക്കി ചിത്രീകരിക്കുകയല്ല വേണ്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ചോര പുരണ്ടിയ അധ്യായങ്ങള് മറച്ചു വെക്കുകയോ മാറ്റിവെക്കുകയോ അല്ല ചെയ്യേണ്ടിയിരുന്നത്. അത് പുതിയ തലമുറ പഠിക്കണം. അന്ന് ചെയ്തതിന് ആരും ഇന്നത്തെ ആളുകൾ ഉത്തരവാദിയല്ല എന്നവർക്കറിയാം. പക്ഷെ എന്നിരുന്നാലും തെറ്റെന്താണ് ശരി എന്താണ് എന്ന് അറിയാൻ അവർക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും പുതിയ അനുഭവങ്ങളുമായി അവർ ഇറങ്ങില്ല. മാറാടുകൾ ഉണ്ടാകില്ല, ഗോത്രകൾ ഉണ്ടാകില്ല, ഇതൊന്നും ഉണ്ടാകില്ല. ഇന്നലെകളിൽ ചെയ്ത തെറ്റെന്ത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ ഇന്നത്തെ തലമുറ ഒരിക്കലും ആ വഴിക്ക് പോകുമായിരുന്നില്ല. പക്ഷെ നമ്മളെല്ലാം മറച്ചു വെക്കുന്നു. ഇവിടെ നടന്ന എല്ലാ ആക്രമണങ്ങളെയും, ഇവിടെ നടന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളെയും, എന്തിനേറെ ഇന്ത്യ പാക് വിഭജനത്തെ പറ്റി പോലും കൃത്യമായ വിവരങ്ങൾ പഠിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇന്ത്യ അങ്ങോട്ട് പളർന്നിട്ട് രണ്ടെണ്ണായ മാതിരി അപ്പൊ ചരിത്ര പാഠപുസ്തകം നോക്കിയാൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടായി കൃത്യമായൊരു ഉത്തരവൊന്നും കുട്ടിക്ക് കിട്ടില്ല. ഒരു ദിവസം നേരം വിളിച്ചായപ്പോ തോന്നി കാരണം ഇത് രണ്ട് കഷ്ണാവട്ടെ, രണ്ട് കഷ്ണായി. അതിലപ്പുറം മറ്റൊന്നും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അവര് നാളെ ഇന്ത്യയുടെ കൂടുതൽ ഭാഗങ്ങൾ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ SDP പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, കാരണം എൻ്റെ കുറ്റമല്ല. ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണമെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. ഏതോ കണിയാൻ പറഞ്ഞത് അത്രേ, പേര് ദോഷം മാറ്റാൻ പേര് മാറ്റിയാൽ മതി എന്ന്. അതുകൊണ്ട് സംഘടനകളുടെ പേര് ആഴ്ചയ്ക്ക് 4 വട്ടം മാറ്റിയും കൊണ്ടിരിക്കും. എവിടെയും മാറ്റി അപ്പുറം മാറ്റി. അതുകൊണ്ട് പേര് മാറിപ്പോയെങ്കിൽ എൻ്റെ അറിവുകേടായിട്ടല്ല, കാരണം ഇത്രയും പഠിച്ചു വയ്ക്കാനുള്ള കഴിവ് എനിക്കില്ല. SDP-കാരൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ആവശ്യം ഉന്നയിച്ചു, മലപ്പുറം ജില്ല വിഭജിക്കണം എന്നാണ്. എന്നിട്ട് ഒരു തിരൂര് ജില്ലയും കൂടി വേണത്രേ. മലപ്പുറം ജില്ല വിഭജിച്ച് ഒരു തിരൂര് ജില്ലയും കൂടി വേണമെന്നാണ്. ആരാ ധൈര്യം പകർന്നു കൊടുത്തത്? മലപ്പുറം ജില്ല വിഭജിച്ച് ഒരു തിരൂർ ജില്ല കൂടി വേണമെന്ന് ആവശ്യപ്പെടാൻ ആരാണ് ധൈര്യം പകർന്നു കൊടുത്തത്? പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായി പടർന്നു കിടന്നിരുന്ന ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങൾ വെട്ടിമുറിച്ചെടുത്ത് മലപ്പുറം എന്നൊരു ജില്ലയുണ്ടാക്കി വെള്ളിത്തളികയിലാക്കി പാണക്കാട് തങ്ങളുടെ പടിപ്പുരയിൽ കൊണ്ടുപോയി സമർപ്പിച്ച ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഉത്തരം പറയാൻ സാധിക്കോ? ആരാ ഇതിനുള്ള ധൈര്യം പകർന്നു കൊടുത്തതെന്നുള്ളത്? അന്ന് മലപ്പുറം ശരിയാണെങ്കിൽ ഇന്ന് തിരൂര് ശരിയാണ്, അന്ന് പാകിസ്ഥാൻ ശരിയാണെങ്കിൽ ഇന്ന് മറ്റൊരു വിഭജനം ശരിയാണ്. കാരണം അതിനെ ഒന്നും നമ്മൾ ഒരിക്കലും തെറ്റായി മനസ്സിലാക്കുന്നില്ല. മതേതരത്വം പറയുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിധത്തിലുള്ള നടപടികളും ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ രാഷ്ട്രത്തിന് ഇതൊന്ന് കരകയറണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അവിടെ ദേശസ്നേഹികളായ ചാരിത്ര ശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന സ്വയം സേവകരുടെ പ്രവർത്തനം, അശ്രാന്തമായ പരിശ്രമം ഈ നാടിനുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഭാരതവും വിശേഷിച്ച് കേരളവും എത്തിപ്പെട്ട ദുരവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. കാശ്മീര് കഴിഞ്ഞാൽ അടുത്തത് കേരളമാണ്. കാശ്മീരിന്റെ വഴിയെ പോകേണ്ടത് അടുത്തത് കേരളമാണ്. കാശ്മീരിൽ സൂസന്ന അരുന്ധതി റോയി പറയുന്നത് പോലെ ഒരു ഹിതപരിശോധന നടത്തിയാൽ എന്തായിരിക്കും ഫലം? സൂസന്ന അരുന്ധതി റോയിക്ക് അറിയാം, കാരണം അവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ആട്ടി ഓടിച്ചു കഴിഞ്ഞു. നാളെ കേരളത്തിൽ ഒരു ഹിതപരിശോധന നടത്തിയാൽ ഈ മണ്ണ് ഭാരതത്തിൻ്റെതായി നിൽക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെടുന്നവർ എത്ര ഉണ്ടാകും? ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും വിഘടന പ്രവർത്തനങ്ങളും ഇന്ന് നടക്കുന്നത് കേരളത്തിലാണ്. കാശ്മീരിൽ നടന്നതിന്റെ ആവർത്തനമാണ് കേരളത്തിലെ. കാശ്മീരിലെ ആദ്യം നടന്നത് പണത്തിന്റെ കുത്തൊഴുക്ക് തന്നെയാണ്. കള്ളപ്പണത്തിന്റെയും കള്ളക്കടത്തിന്റെയും കള്ളനോട്ടിന്റെയും കുഴൽപ്പണത്തിന്റെയും ഒക്കെ കുത്തൊഴുക്കില് ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഉന്മൂലനാശനം ചെയ്യാൻ ഇറങ്ങിയതാണ് കാശ്മീരിന്റെ കഥകളുടെയും ദുരനുഭവങ്ങളുടെയും തുടക്കമെങ്കിൽ ഇന്ന് കേരളം അത് അനുഭവിക്കുന്നു. അതേ അവസ്ഥ ഇന്ന് കേരളം അനുഭവിക്കുന്നു. കൃഷി നശിച്ച കേരളത്തില്, വ്യവസായമില്ലാത്ത കേരളത്തില് ഈ പണത്തിന്റെ കുത്തൊഴുക്ക് എവിടെ നിന്ന് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞുല്ലോ 20 കൊല്ലം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു മുഖ്യമന്ത്രി. അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അതിൽ ഭയക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ട് അതിന് വഴിവെച്ചു എന്ന് മുഖ്യമന്ത്രി അന്വേഷിക്കണം. ഇവിടെ ഒഴുകുന്ന കള്ളപ്പണവും കള്ളനോട്ടും കുഴൽപ്പണവും മാന്യന്മാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നു. ഇവിടുത്തെ ദേശീയ ജനതയായ ഹൈന്ദവ സമൂഹം ശവം വെക്കാൻ പോലും 1 ഇഞ്ച് ഭൂമിയില്ലാതെ തെണ്ടുന്ന ദുരവസ്ഥയിലേക്ക് എത്തിച്ചത് ആര് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ എറണാകുളം ജില്ലയിലെ, നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ടറിയാം, എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത ഒരു പഞ്ചായത്തില് ഒരു പട്ടികജാതിക്കാരന്റെ ശവം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലിട്ട് കത്തിക്കെത്തുകൊണ്ട് പ്രതിഷേധം കാണിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ഇവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷം ചെന്നെത്തിയിട്ടും ആരന്വേഷിച്ചു ഇതെന്തുകൊണ്ട് എന്നുള്ളത്? അവൻ അനുവദിച്ച ശ്മശാനത്തിൽ പോലും അവന് ശവം വെച്ചുകൂടാന്നാണ്. ശവം വെക്കാൻ പോലും 1 ഇഞ്ച് ഭൂമിയില്ലാതെ ഹിന്ദു ബുദ്ധിമുട്ടുന്ന സമയത്ത് കള്ളപ്പണവും കള്ളക്കടത്തും കള്ളനോട്ടും ഇവിടുത്തെ ഓരോ ഇഞ്ചിനും വില പറയുമ്പോ എവിടെ പോയി ഇവിടുത്തെ ഭരണകൂടം? എവിടെ പോയി ഭരണകൂടത്തെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ? അവരൊക്കെ തന്നെ അധികാരത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് കരുതുന്നു. അതിനുവേണ്ടി ആരെയൊക്കെയാണ് പിന്തുണയ്ക്കേണ്ടത് അവരുടെയൊക്കെ പിന്നാലെ ചെല്ലുന്നു. ഇപ്പൊ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്ത കാശ്മീരാകേണ്ട കേരളത്തെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഇവിടെ ഏത് രൂപത്തിൽ അതിന്റെ ഭാവി പോവുക? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവലോകനൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. UDF-ന് ഒരു ഇത്തിരി പച്ചപ്പുണ്ടായി, LDF-ന് ലേശം ക്ഷീണം പറ്റി, സത്യമാണ്. ഇതിനെപ്പറ്റിയുള്ള വിശകലനം നടക്കുന്നു. എന്തുകൊണ്ട് LDF തോറ്റു? ന്യൂനപക്ഷങ്ങൾ LDF-നോടൊപ്പം നിന്നില്ല. എന്തുകൊണ്ട് UDF ജയിച്ചു? ന്യൂനപക്ഷങ്ങൾ UDF-ന്റെ ഒപ്പം നിന്നില്ല. അപ്പ മക്കളെ, നമ്മൾ എന്തിനാ പോളിംഗ് ബൂത്തിൽ പോയി? ഇവിടുത്തെ 56% വരുന്ന ഹിന്ദുക്കൾ എന്തിനാ പോളിംഗ് ബൂത്തിൽ പോയത്? ഒരു വിശകലനത്തിലും വരുന്നില്ല ഈ വോട്ടിനെ പറ്റിയിട്ട്.
ന്യൂനപക്ഷം ചെയ്തപ്പോൾ ജയിച്ചു, ന്യൂനപക്ഷം ചെയ്യാഞ്ഞപ്പോൾ തോറ്റു. അപ്പം എന്നാൽ ഇനി 56% പോളിംഗ് കുത്തിപ്പോണ്ട ആവശ്യമില്ല. എല്ലാ ചർച്ചകളിലും പാർട്ടിക്കാരും അത് അഡ്മിറ്റ് ചെയ്യുന്നു. മാർക്സിസ്റ്റ് പാർട്ടി തെറ്റ് തിരുത്തുന്ന പറഞ്ഞു. എന്തുകൊണ്ട്? ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി കൂടുതൽ നടപടികൾ ഇനിയും ചെയ്യുന്ന. ഇനി എന്ത് നടപടിയാ ചെയ്യാൻ ബാക്കിയുള്ളത്? ഇനി എന്ത് നടപടിയാ ചെയ്യാൻ ബാക്കിയുള്ളത്? മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പാടി നടന്നിരുന്നവര് എല്ലാ ആനുകൂല്യങ്ങളും മതം നോക്കി ഒരുവെക്കാൻ തുടങ്ങിയില്ലേ? ന്യൂനപക്ഷങ്ങൾ തോൽപ്പിച്ചെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ബമ്പർ അടിച്ചു. തോൽപ്പിച്ചപ്പോ ബമ്പർ അടിച്ചു. സാധാരണ ജയിപ്പിച്ചവർക്ക് വേണ്ടിയല്ലേ വല്ലതും ചെയ്യുക? ന്യൂനപക്ഷമാണത്ര ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത്. ഒക്ടോബർ 27 വോട്ടെണ്ണി. നവംബർ 3 കേരളത്തിലെ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. എന്താ വാർത്ത? കഴിഞ്ഞ വർഷം വരെ, കഴിഞ്ഞ ഓഗസ്റ്റ് വരെ 3,14,000 കുട്ടികൾക്ക് മാത്രം കൊടുത്തിരുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 4,80,000 ആക്കി വർദ്ധിപ്പിച്ചു. തോൽപ്പിച്ചാൽ എന്താ? തോൽപ്പിച്ചത് ന്യൂനപക്ഷമാണ്. പക്ഷെ ബമ്പർ അടിച്ചു. ഒരൊറ്റ തോൽവിക്ക് ഇത്രയും കിട്ടിയാച്ചാൽ ഇനിയും തോൽപ്പിച്ചൂടെ? 3,14,000 ആയിരുന്ന സ്കോളർഷിപ്പ് 4,80,000 ആയിട്ട് വർദ്ധിച്ചു. സ്കോളർഷിപ്പ് കൊടുക്കണേലെതിരല്ല. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അവശത ഉണ്ടെങ്കിൽ ഈ നാട് തന്നെ കൊടുക്കേണ്ടത്, കുഴപ്പമില്ല. പക്ഷെ അതിനെതിരെ മതം മാനദണ്ഡമാക്കണത്. 4,80,000 ഒക്കെ കൊടുക്കാനുള്ള വകയുണ്ടെങ്കിൽ അതിന്ന് ഒരു പിടി എണ്ണമെങ്കിലും എന്തേ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ഭരണകർത്താക്കൾക്ക് തോന്നാഞ്ഞത്? നമ്മുടെ വോട്ടിന് വിലയില്ലാഞ്ഞിട്ട്. ഈ 56% പറ്റി ആരെങ്കിലും എണ്ണിയോ? എന്തെങ്കിലും വെച്ചോ? ഇവിടെയാണ് തീവ്രവാദികൾക്ക് സസുഖം വാഴാൻ സാധിക്കുക. കാരണം തീവ്രവാദിയെ പിന്തുണച്ചില്ലെങ്കിലും വോട്ട് പോവും, സീറ്റ് പോവും. കേരളം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ദുരവസ്ഥയാണത് അല്ലേ? മദനിക്ക് മുന്നിൽ 500 പോലീസുകാരെ 1.5 ആഴ്ചക്കാലം ഊണും ഉറക്കവും കളഞ്ഞ അൻവാറശ്ശേരി കോട്ടയ്ക്ക് മുന്നിൽ ഏത്തമിടുന്നതിന് നമ്മളൊക്കെ സാക്ഷിയല്ലേ? 1.5 ആഴ്ച ഏത്ത വിട്ടു. എന്തിനാ? ഒരാളെ പിടിക്കാനേ. പിന്നെ എന്തിനാ നമുക്കൊരു ആഭ്യന്തര വകുപ്പ്? ഒരാളെ പിടിക്കാനാ. കാരണം പിടിച്ചാ വോട്ട് പോവോന്നാണ്. പിടിച്ചാ വോട്ട് പോവോ? പക്ഷേ ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സെവിടെയാണെന്ന് അറിയണം. അൻവാറശ്ശേരി കോട്ടയ്ക്ക് മുന്നിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ നാണം കെടുത്തിക്കൊണ്ട് നിങ്ങൾ അവരെ മുട്ടിലഴച്ചപ്പോൾ അവിടുത്തെ ജനത തീരുമാനിച്ചത് എന്താണ് എന്ന് അറിയണമെങ്കിൽ അൻവാറശ്ശേരിയില് ഈ യത്തീംഖാന നിൽക്കുന്ന മദനിയുടെ കോട്ട നിൽക്കുന്ന വാർഡില് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ആരാന്നൊന്ന് പോയി അന്വേഷിക്കുക. അവിടെ ജയിച്ചത് ആരായെന്നൊന്ന് പോയി അന്വേഷിക്കുക. നിങ്ങളുടെ നാടകത്തിന് തക്ക പ്രത്യുത്തരം അവിടുത്തെ ജനങ്ങൾ നൽകി. അവർക്ക് മടുത്തിട്ട്, അവർക്ക് മാർക്സിസ്റ്റ് വേണ്ട, കോൺഗ്രസ് വേണ്ട, അവർ തീരുമാനിച്ചു. അവർ മടുത്തിട്ട്. കാരണം അവരെ കേരളത്തിന് മുഴുവല്ല, ഭാരതത്തിന് മുഴുവൻ നാണം കെടുത്തുക. അൻവാറശ്ശേരി അൻവാറശ്ശേരി എന്ന് പറഞ്ഞിട്ട് അത് ഏതാണ്ട് ഒരു വലിയ ബാലികേറ മല പോലെ കാണിച്ചപ്പോ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് മധുരമായ പ്രതികാരം വീട്ടി അവിടുത്തെ ജനങ്ങള്. ഞങ്ങൾക്ക് ദേശസ്നേഹമുള്ളവരാണ്, ഞങ്ങൾ ദേശത്തോട് കൂറുള്ളവരാണ് എന്നവർ തെളിയിച്ചു കൊണ്ടുള്ള വിധിയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അൻവാറശ്ശേരി വാർഡിന്ന് വന്നത്. അവിടെ ജയിച്ചത് BJP-യാണ്. അൻവാറശ്ശേരി വാർഡിൽ ജയിച്ചത് BJP-യാണ്. BJP-യുടെ ശക്തി കൊണ്ടാണ് എന്ന് നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. മറിച്ച് ഗതികെട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും ഇതിൽ നൊന്തിട്ട്, തങ്ങളുടെ നാടിനെ മാനം കെടുത്തിയതിൽ നൊന്തിട്ട് അവരൊരു പ്രതികാരം വീട്ടിയതിൽ പരം മറ്റൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം BJP പോലൊരു ജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. കാരണം ജയിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി പോലും സ്ഥലത്തില്ല. സ്ഥാനാർത്ഥി ജോലിക്ക് പോയിരിക്കുന്നു. അണ്ടി കമ്പനിയിൽ ജോലിയുള്ളൊരു പാവം ചേച്ചിയാണ്. ചേച്ചി രാവിലെ അണ്ടി കമ്പനി പോയേക്കണം. ചേച്ചി അവിടുന്ന് എടുത്ത് കുളിപ്പിച്ചെടുത്ത് ജയ് വിളിച്ചപ്പോഴേക്കും മണിക്കൂർ 2-3 കഴിഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അപ്രതീക്ഷിതമായ ഒരു വിധി. എന്തുകൊണ്ട്? അവിടുത്തെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. കേവലം അൻവാറശ്ശേരിയിൽ നിൽക്കില്ല. അത് കേവലം അൻവാറശ്ശേരിയിൽ നിൽക്കില്ല. ഉമ്മൻചാണ്ടിയുടെ ജന്മസ്ഥലമായ പുതുപ്പള്ളിയില് ആരാ ജയിച്ചതെന്ന് പോയി അന്വേഷിക്കാം. ഉമ്മൻചാണ്ടിയുടെ ജന്മസ്ഥലമായ പുതുപ്പള്ളിയിൽ ജയിച്ചത് BJP സ്വതന്ത്രനായി മത്സരിച്ച ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശിവരാമേട്ടനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വീട് നിൽക്കുന്ന വാർഡിൽ ജയിച്ചത്. ജനങ്ങൾക്ക് മടുത്താൽ അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. വിവരമില്ലാത്ത ജനതയല്ല ഇവിടെ. ഈ മത തീവ്രവാദികൾക്കും മതമൗലികവാദികൾക്കും മുന്നിൽ മുട്ടിലഴയുന്നവരെ സ്വന്തം ജന്മദേശം പോലും വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വിധിയെഴുത്തുകൾ. പുന്നപ്ര വയലാർ എന്നൊക്കെ പറഞ്ഞ സഖാക്കളൊക്കെ അല്ലേ, ഒരുപാട് ബലം പിടിക്കണ പുന്നപ്രയിൽ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് അവിടെയും BJP-യാണ് മെമ്പർ. സഖാക്കളുടെ രക്തം കൊണ്ട് ചുമന്ന പുന്നപ്രയില് മെമ്പർ BJP-യാണ്. ഇതെന്തുകൊണ്ട്?
ജനങ്ങൾക്ക് തീർച്ചയായും അറിയാം എന്താണ് ഈ നാട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ഈ കപട മതേതരത്വം കണ്ട് മടുത്തുപോയി ഇവിടുത്തെ ജനതയ്ക്ക്. തീർച്ചയായും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറ്റത്തിന്റെ തുടക്കമാണ്. ഇവിടുത്തെ തീവ്രവാദം ഇല്ലാതാകണമെങ്കിൽ, കേരളം കാശ്മീർ ആകാതിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അവരതനുസരിച്ച് കരിക്കള നീക്കുന്നു. അതിന്റെ തുടക്കമാണ് അവിടെ കണ്ടത്. ഇവിടെ നമ്മൾ നോക്കുക, ന്യൂനപക്ഷ കക്ഷികൾക്ക് മുന്നിൽ ഏത്തമിട്ടാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നൊരു സ്ഥിതി ഇവിടെ വരുത്തുന്നു. ഒറ്റയ്ക്ക് ജയിക്കാനായ കൂടെ ആരും വേണ്ട. ഇപ്പൊ കോൺഗ്രസിന് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇല്ലാതെ ശ്വാസം വിടാൻ വയ്യ എന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലത്ത് അവര് കോൺഗ്രസുമായി സൗഹൃദ മത്സരം നടത്തുന്നു. മുസ്ലിം ലീഗിന് ശക്തിയുള്ളിടത്ത് അവർ കോൺഗ്രസുമായി സൗഹൃദ മത്സരം നടത്തുന്നു. എന്തിന്? കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാമെങ്കിൽ പിന്നെ കോൺഗ്രസ് വേണ്ട. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്കാകാമെങ്കിൽ അവർക്ക് കോൺഗ്രസ് വേണ്ട. മറിച്ച് അവരുടെ രക്തം വലിച്ചെടുത്ത് വളരാൻ വേണ്ടി മാത്രമേ അവർക്ക് കോൺഗ്രസിനെ വേണ്ടൂ. ഗതി കെട്ടപ്പോ സത്യം എൻ വേണുഗോപാലും വിളിച്ചു പറഞ്ഞില്ലേ, എന്തുകൊണ്ടേ ഞാൻ കൊച്ചി മേയറാവാഞ്ഞെന്ന്, എന്തുകൊണ്ട് എനിക്ക് കൊച്ചി മേയറാകാൻ കഴിഞ്ഞില്ല. ഗതി കെട്ട എൻ വേണുഗോപാൽ വിളിച്ചു പറഞ്ഞു, ഇത് ഒരു വേണുഗോപാലിന്റെ സ്വരമല്ല, ഇതൊരു എൻ വേണുഗോപാലിന്റെ സ്വരമല്ല. സോണിയ മൈനയുടെ നേതൃത്വത്തില് കോൺഗ്രസിന്റെ പ്രവർത്തനം കണ്ടെന്ന് പല കോൺഗ്രസ്സുകാരും പറയുന്നു. ഇനി കോൺഗ്രസ് പാർട്ടിക്ക് DCC ഓഫീസൊന്നും വേണ്ട, കോൺഗ്രസ് പാർട്ടിക്ക് DCC ഓഫീസൊന്നും വേണ്ട. ബിഷപ്പ് ഹൗസ് തന്നെ ധാരാളമാണെന്നാണ്. കാരണം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ബിഷപ്പ് ഹൗസ് എന്നാ. പിന്നെ എന്തിനൊരു DCC ഹൗസ്? എന്തിന് കോൺഗ്രസ്സുകാർക്ക് സമ്മതിക്കാനായിട്ട് ഒരു ഓഫീസ്? ധാരാളമാണ്. ബിഷപ്പ് ഹൗസും മെത്രാൻ ഹൗസും കൊള്ളിടത്തോളം കാലം കോൺഗ്രസിന് ഒരു DCC ഹൗസ് വേണ്ട. സോണിയ മൈനോ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇത് നമ്മളാ ചിലര് തുറന്നു പറയുന്നെങ്കിൽ ഈ വേദന ഉള്ളിന്റെ ഉള്ളിൽ പേറുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, ഒരുപാട് മാർക്സിസ്റ്റുകാരുണ്ട്. അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വിധിയെഴുത്തുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മാറ്റത്തിന്റെ തുടക്കമായി വരാൻ കാരണം. ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നോവ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതലയുള്ള ഒരു പ്രവർത്തക വിളിച്ചു പറഞ്ഞില്ലേ, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നോട് മാറാൻ പറഞ്ഞു. ഒരു തീവ്രവാദ സംഘടനയുള്ള പ്രവർത്തക അവർക്ക് സീറ്റ് നൽകാൻ വേണ്ടി എന്നോട് മാറാൻ പറഞ്ഞു. എനിക്കൊപ്പം പ്രവർത്തിച്ചില്ല. അവര് വളരെ വേദനയോടുകൂടി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ അത് അവരുടെ വിഷമം ഉരുക്കഴിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ട് കേരളത്തിൽ തീവ്രവാദം വളരുന്നു. പെറ്റുമ്മാക്കും ബാപ്പാക്കും നാഴിക്കഞ്ഞിക്ക് തെണ്ടിച്ചു കൊണ്ട് കൊടുക്കേണ്ട പാവപ്പെട്ട ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആട്ടിത്തെളിച്ചു വിട്ട് ആ സമൂഹത്തെ എന്നെന്നും കെണികളിൽ പെടുത്തുമ്പോഴും സമൂഹത്തിന്റെ വോട്ട് കാണിച്ചുകൊണ്ട് ഒരു പിടി ആളുകള് കൊതിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗതികേടി ചെന്നുപെടുന്നത് രാഷ്ട്രം ചെന്നുപെടുന്നതിനേക്കാൾ കൂടുതൽ സമാജമാണ്, ആ സമൂഹമാണ് ചെന്നുപെടുന്നത്. ഇപ്പൊ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് വടക്കൻ ഭാഗങ്ങളിലെ കണ്ണൂർ ജില്ലയിലൊക്കെ അവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരെ സ്വയംസേവകര് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വയംസേവകരായിരിക്കുന്ന ഈ ഇരിക്കുന്നവർക്കറിയാം, എടുത്താ പൊങ്ങാത്ത പണി ഓരോ സ്വയംസേവകനും ഉണ്ടാകും. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുക്കാ പൊങ്ങാത്ത പണിയുണ്ട്. അതിന്റെ കൂടെ ഒരു പുതിയ പണിയും കൂടി ഇപ്പോ അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടാകുന്നത്. കണ്ണൂർ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സ്വയംസേവകർക്ക് ഇപ്പൊ ഒരു പുതിയ പണി കിട്ടിയിട്ടുണ്ട്. ഇത്രേ എന്താന്ന് പറഞ്ഞാൽ, പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയൊക്കെ വിവാഹാലോചന വന്നാല് അവരുടെ രക്ഷിതാക്കള്, അവരുടെ അച്ഛനോ അമ്മാമനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആ ചെറുക്കന്റെ വേറെബൌട്ട്സ് അന്വേഷിക്കാൻ വന്നെത്തുന്നത് സ്വയംസേവകരുടെ അടുത്താ. മോനെ ഇവനെ പറ്റി ഒന്ന് അന്വേഷിക്കും, ഇപ്പം തീവ്രവാദി ഒന്നല്ലല്ലോ, നാളെ പെൺകുട്ടി കണ്ണീര് കുടിക്കരുതല്ലോ എന്നുള്ള കൊതിയോണ്ടാണ് ഒന്ന് അന്വേഷിച്ച്, നിങ്ങളാവുമ്പോ അന്വേഷിച്ചിട്ടുണ്ടാവൂലോ എന്നാണ്, നിങ്ങളുടെ കണക്കുണ്ടാവുമല്ലോ ആരൊക്കെയാ തീവ്രവാദി ആരൊക്കെ അല്ല എന്നുകൊണ്ട് ഒന്ന് അന്വേഷിക്കണം. ഇപ്പൊ സ്വയംസേവകന്മാർക്ക് മറ്റു പല, ഞങ്ങൾ ഒരു മതത്തെയും നോവിപ്പിക്കുന്നില്ല, ഞങ്ങൾക്കെല്ലാ മതവിശ്വാസവും വലുതാണ് എന്നൊരു തിരിച്ചറിവുണ്ടായാൽ അവിടെ ഭാരതത്തിന്റെ മതേതരത്വം 100 മേനി വിളയും. ഇത് വിളയണമെങ്കിൽ വോട്ടിനും നോട്ടിനും അപ്പുറം ഈ രാഷ്ട്രത്തെ കാണാൻ തയ്യാറുള്ള രാഷ്ട്രീയ പാർട്ടികള് അധികാരത്തിലെത്തണം. ഇന്ന് വോട്ടിനും നോട്ടിനും വേണ്ടി എന്ത് നെറികേടിനും ഇവരോടൊക്കെ ഒപ്പം നിൽക്കുന്നവരാണ് ഈ നാടിനെ നയിക്കുന്നത്. അവിടെയാണ് കാശ്മീർ ഇന്ത്യയുടെ കണ്ണുനീരായി, തോരാ കണ്ണുനീരായി മാറുന്നത്. അവിടെയാണ് കേരളം കാശ്മീരിന്റെ വഴിയെ നീങ്ങുന്നത്. ഇവിടെ മുദ്രാവാക്യം വിളിക്കാൻ സാധിച്ചില്ലേ, കേരളം ഞങ്ങൾ കാശ്മീരാക്കുന്നു, കേരളം ഞങ്ങൾ കാശ്മീരാക്കുന്നു. ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ മുദ്രാവാക്യം വിളിച്ചു. അവരോടൊപ്പം ഇവിടെ ആളുകൾ ഉണ്ടായെന്ന് ഉറപ്പാണ്. കൈവെട്ട് കേസിലെ പ്രതി പുഷ്പം പോലെ ജയിച്ചു കയറിയില്ലേ? തോറ്റതാരാ? ജനാധിപത്യം. തോറ്റത് ജനാധിപത്യം. കൈവെട്ട് കേസിലെ പ്രതി പുഷ്പം പോലെ ജയിച്ചു കയറിയപ്പോ ഇന്ത്യയിലെ കേളിയും കേൾപ്പോരും കേട്ട ജനാധിപത്യം തോറ്റു തുന്നം പാടുന്നത് നമ്മളാരും അറിഞ്ഞില്ല.
ഓരോ തീവ്രവാദി കേസുകളിലെയും പ്രതികൾ രക്ഷപ്പെടുമ്പോൾ നമ്മുടെ നീതി ദേവത ചിരിക്കുന്നത് നമ്മൾ ആരും അറിഞ്ഞില്ല. അപ്പൊ അതിനൊക്കെ അതിന്റെയൊക്കെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കാൻ കഴിയുന്ന രാജ്യസ്നേഹികളാണ് അധികാരത്തിലെങ്കിൽ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകില്ല. അപ്പോ ഈ നാളെ രാജ്യത്തെ നേരായ വഴിയിലേക്ക് നയിക്കണമെങ്കിൽ അവിടെ ഈ രാഷ്ട്രത്തോട് കൂറുള്ള, രാഷ്ട്രത്തെ അമ്മയായി കാണുന്ന, വേണ്ടി വന്നാൽ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാകുന്ന യുവ നേതൃത്വം വളർന്നു വന്നേ മതിയാകും. സ്വന്തം ജീവിത സുഖത്തിനപ്പുറം അധികാരത്തിനപ്പുറം പലതുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം വളർന്നു വന്നാലേ നാളെ ഈ രാഷ്ട്രത്തിന് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഈ മതതീവ്രവാദികളും മതമൗലികവാദികളും കള്ളപ്പണക്കാരും കള്ളക്കടത്തുകാരും കള്ളനോട്ടുകാരും വിഘടനവാദികളും ഭാരതാംബയെ ചവിട്ടി മെതിക്കും. ഇതിനെ കഷ്ണങ്ങളാക്കി ചിഹ്ന ഭിന്നമാക്കും. ഭാരതം നശിക്കുക എന്ന് ലോകം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഭാരതം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ലോക ശക്തികളുമുണ്ട്. അവരുടെ കയ്യിലെ കളിപ്പാവയായി നിൽക്കുന്ന ഇവരുടെയൊക്കെ പരിശ്രമ ഫലമായിട്ട് ഭാരതം ചിഹ്ന ഭിന്നമാകും. അതിനനുവദിക്കാതിരിക്കണമെങ്കിൽ അവിടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രസക്തി. ഇന്ത്യ തകർന്നാൽ മദാമ്മയ്ക്ക് ഒരു പ്ലെയിനിന്റെ ആവശ്യമുള്ളൂ. മദാമ്മയ്ക്ക് ഒരു പ്ലെയിനിന്റെ ആവശ്യമുള്ളൂ. ഇറ്റലിയിൽ ജനിച്ച് ഇറ്റലിയെ സ്നേഹിച്ച് മനസ്സിൽ ഇറ്റലിക്കാരിയായി ജീവിക്കുന്ന മദാമ്മയ്ക്ക് രാഖി രാമാനം ഇറ്റലിയിലേക്ക് മുങ്ങാം. ഞാനും നിങ്ങളും എവിടെ പോകും? നമ്മളെ സ്വീകരിക്കാൻ ആരുണ്ട്? അതുകൊണ്ട് മദാമ്മയ്ക്ക് രാജ്യം നിലനിൽക്കണം എന്നില്ല, നമുക്ക് ഈ രാജ്യം ഉണ്ടാകണം. സ്വാർത്ഥത വിചാരിക്കാൻ പോവാൻ വേറൊരു വഴിയില്ലാത്തോണ്ടാ, പോവാൻ വേറൊരു സ്ഥലം ഇല്ലാത്തോണ്ടാ. മദാമ്മയ്ക്ക് പോണ പോലെ നമുക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് മദാമ്മയുടെ ലക്ഷ്യം തിരിച്ചറിയാൻ, ആ ലക്ഷ്യത്തെ എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. മദാമ്മയുടെ കയ്യിലെ പാവ കോൺഗ്രസ് ആണ്, ഇന്ത്യ എന്ന രാജ്യമല്ല. ഇന്ത്യ എന്ന രാജ്യമല്ല. മദാമ്മ ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞാല് 90 വയസ്സുള്ള കരുണാകരൻ പോലും ചാടിക്കളിക്കണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നു, ചാടിക്കളിപ്പിക്കുന്നു. അത് കോൺഗ്രസിനെ പറ്റും. അതുപോലെ സാരി തുമ്പത്തിട്ട് ഇന്ത്യയെ അമ്മാനമാടാമെന്ന് മദാമ്മ കൊതിക്കുന്നെങ്കില് ആഗ്രഹിക്കുന്നെങ്കില് അതനുവദിക്കാതിരിക്കാൻ തക്ക ഒരു ശക്തി 85 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പിറന്നു വീണിട്ടുണ്ട്. അതിന്റെ സുരക്ഷയില് ഈ നാട് എന്നും അഖണ്ഡമായി തന്നെ ഇരിക്കും. നമ്മുടെ മനസ്സിലൊരു സ്വപ്നം, അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം. മുഴുവൻ സിന്ധുവും ഭാരതത്തിലൂടെ ഒഴുകുന്ന ഒരവസ്ഥ. പാകിസ്ഥാനും ഇന്ത്യയും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം. വീര ഭഗത് സിംഗും രാജഗുരുവും സുഖദേവും അടക്കമുള്ളവര് എവിടെയാണോ ജീവൻ നൽകിയത് ആ മണ്ണടക്കം ഭാരതത്തോട് ചേർന്നുകൊണ്ടുള്ള അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം ഓരോ സ്വയം സേവകനും സംഘശാഖകളിൽ നിന്ന് ഊട്ടിയുറപ്പിക്കുന്ന സ്വപ്നമാണ്. പാകിസ്ഥാൻ പോലും ഇന്ത്യയിൽ ചേർന്നുകൊണ്ടുള്ള അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം. അതിന്റെ നിവൃത്തിക്ക് വേണ്ടി, അതിന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഓരോ ചുവടും വയ്ക്കുന്ന ഒരു സ്വയം സേവകനെയും പിന്തിരിപ്പിക്കാൻ, അപമാനിക്കാൻ, അവഹേളിക്കാൻ, തിരിച്ചു പറഞ്ഞയക്കാൻ മദാമ്മ എന്നല്ല ഇവിടുത്തെ കോൺഗ്രസ് 1000 ജന്മം ജനിച്ചാലും അവർക്ക് സാധിക്കില്ല എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ സംഘടനകളിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് ആർത്തിയോടെ, കൊതിയോടെ, വിശ്വാസത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഈ സ്വയം സേവക സംഘത്തെയോ പരിവാർ പ്രസ്ഥാനങ്ങളെയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണം, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. സ്വയം സേവക സംഘത്തിന്റെ പുറകെ പാഞ്ഞു പോവല്ല. അജ്മീർ ദർഗയോ അതടക്കമുള്ള എവിടെയാണെങ്കിലും എന്തുകൊണ്ട് അജ്മീർ ദർഗയിൽ സ്ഫോടനം നടന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ഹിന്ദുത്വ ശക്തികളാണോ ചെയ്തത് എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തിരൂര് 3-4 വർഷങ്ങൾക്ക് മുമ്പ് തിരൂര് BP അങ്ങാടിയിൽ നേർച്ച നടക്കുന്ന ദിവസം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാര്യവാഹനെ, താലൂക്ക് കാര്യവാഹനെ വധിച്ചു. ഒരു കുറ്റവും ചെയ്തുകൊണ്ടല്ല, ഒരു തെറ്റും ഉണ്ടായിട്ടല്ല. എന്തിനായിരുന്നു? നേർച്ചയെ എതിർക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളിലുണ്ട്. ആ നേർച്ച നടത്താതിരിക്കാൻ അവര് കണ്ട കാര്യം ഒരു RSSകാരനെ കൊലയ്ക്ക് കൊടുക്കുക എന്നായിരുന്നു. RSSകാരനെ കൊലയ്ക്ക് കൊടുത്താൽ RSSകാരളന്നും അങ്ങനെ നേർച്ച ഇല്ലാതെയാകും. അല്ലാതെ അവരുടെ പ്രബോധനങ്ങളെ കൊണ്ടത് സാധിച്ചില്ല, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടത് സാധിച്ചില്ല. അപ്പൊ നേർച്ചയെ എതിർക്കുന്ന ഒരു വിഭാഗം കണ്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മണ്ടയ്ക്ക് ചൊട്ടി അവരെ കൊണ്ട് ഇളക്കി അവിടെ നേർച്ച നടത്താതിരിക്കാന്നാണ്. ഇതുപോലെ ദർഗ പോലുള്ള വിശ്വാസങ്ങൾ അനുവദിക്കാത്തൊരു ഇസ്ലാമിക വിഭാഗം അവർക്കിടയിലുണ്ട്. ചരാരെ ഷരീഫിൽ വിശുദ്ധ രോമം കളവ് പോയത് എങ്ങനെയാണ്? വേറെ ആരും കൊണ്ടുപോയതായിരുന്നില്ല, വിശ്വാസികൾ തന്നെയായിരുന്നു. ഇതിനെ എതിർക്കുന്ന, ഇത്തരത്തിലുള്ള ഭൗതിക അവശിഷ്ടങ്ങൾ ആരാധിക്കുന്നതിനെ എതിർക്കുന്ന വിശ്വാസികൾ തന്നെയായിരുന്നു അതൊക്കെ ചെയ്തത്. അപ്പൊ ആ തലങ്ങളിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത്. അല്ലാതെ ഹൈന്ദവ സമൂഹത്തെ താറടിച്ച് കാണിക്കാൻ, ഭാരതത്തെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ
ഭരണകൂടം തയ്യാറായാൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെയൊക്കെ നാട്ടില് ഈ വേലയും പൂരമൊക്കെ വന്നാല് ഈ വൈക്കോലുകൊണ്ട് കെട്ടിയ കാളയും കുതിരയൊക്കെ ചുമലിലേറ്റി കൊണ്ടുപോകും ഭക്തജനങ്ങൾ. ഭയങ്കര, ഈ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ആവേശത്തോടു കൂടിയാ കൊണ്ടുപോകും. ഈ ഭക്തന്റെ തോളിലിരിക്കുമ്പോ ഈ കാള ദൈവമാണ്. കാളയ്ക്ക് വേണ്ടി ഭക്തൻ എന്തും ചെയ്യാ. കാളയെ ഒന്ന് ഇറങ്ങി തൊഴിയിപ്പിക്കുന്നതില് തടസ്സം എന്തേലും നേരിട്ടാൽ ആരാന്ന് നോക്കാതെ അപ്പ അടിക്കുകയെ കൊല്ലുകയോ ചെയ്തല്ലേ. കാരണം കാളയാണ് അപ്പ വികാരം, കാള ദൈവ. പക്ഷെ ഭക്തന്റെ തോളിന്ന് താളെ ഇറങ്ങിയ കാള വെറും വൈക്കോല, കാള വെറും വൈക്കോല. ഭക്തന്റെ തോളിലിരിക്കുമ്പോ കാള ദൈവ, താഴെ ഇറങ്ങിയാൽ കാള വെറും വൈക്കോല്. ഇതുപോലെ സോണിയാഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ ചുമലിലിരുന്നാണ് നേതാവായത്, അല്ലാതെ സ്വന്തം പ്രവർത്തന മികവ് കൊണ്ടല്ല. നാളെ താഴത്ത് വെച്ചാ വൈക്കോലന്യ. ഈ കാള താഴത്തിരിക്കണവരെ ജയ് വിളിക്കാൻ ആളുള്ളിടത്തോളം കാലേ മദാമ്മയൊക്കെ നേതാവുള്ളൂ. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാര്യകർത്താക്കള് ആരുടെങ്കിലും തോളിൽ കയറിയിരുന്ന ദൈവമായവരല്ല. ഈ നാടിന്റെ മുക്കും മൂലയും അറിഞ്ഞ് പ്രവർത്തിച്ച ജനമനസ്സിലിടം കണ്ട് കാര്യകർത്താക്കളായി മാറിയവരാണ്. അവരെ വെച്ച് തുലനം ചെയ്യാൻ മദാമ്മയ്ക്കാകില്ല. അപ്പൊ ഇനിയെങ്കിലും പറ്റിയത് പറ്റി. കൂടുതൽ ഈ വഴിക്ക് നീങ്ങാതെ നാണക്കടലിൽ നിന്ന് കരകയറുവാൻ കോൺഗ്രസുകാർ മദാമ്മയെ ഉപദേശിക്കുക. പ്രസംഗം എഴുത്തു തൊഴിലാളികൾ ചിന്തിക്കുക. ഈ രാഷ്ട്രത്തെ മനസ്സ് നോയിപ്പിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ 47 നിങ്ങൾ ഈ നാടിനെ കരയിച്ചിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ കരയിച്ചിട്ടുണ്ട്. ഇനിയും ഈ നാടിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകർന്നു കൊടുക്കുവാൻ ഇന്നും കോൺഗ്രസിന്റെ ആദർശം മനസ്സിൽ സൂക്ഷിക്കുന്ന കദർധാരികൾ ഈ ഭാഗത്തുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ ആ വഴിക്ക് തിരിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.